ജനം ഡിബേറ്റ് ഇന്ന് സംഘടിപ്പിക്കുന്നത് മേപ്പാടി ടൗണിലാണ്. ഉരുൾപൊട്ടൽ ഒരു നാട് മുഴുവൻ നാമാവശേഷമാക്കിയിട്ട് ഇന്ന് ഒരാഴ്ച തികയുന്നു. ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്ക് ഇതുവരെയായും വ്യക്തമല്ല. അതുപോലെ കാണാതായവരുടെ കണക്കും തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കഴിയുന്നത്. ഈ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവരുടെ ഭാവി എന്ത്? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഈ ദുരന്തമുഖത്ത് വളരെ സജീവമായി സക്രിയമായി ഇടപെട്ട സന്നദ്ധ സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളാണ്. ഒപ്പം പരിസ്ഥിതി പ്രവർത്തകനും ഉണ്ട്. ഒപ്പം ഈ ദുരന്തത്തിന് ഇരയായ ചില കുടുംബങ്ങളും ഉണ്ട്. എന്തായാലും അവരിലേക്ക് പോകാം. ഞാൻ ആദ്യം ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട, ഒരുപാട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട സഹദേവൻ ചേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, ഓർത്തെടുക്കാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ആഘാതം താങ്കളെപ്പോലുള്ളവർക്കാണ് പറയാൻ പറ്റുന്നത്. കാരണം മരണത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അതെ അതെ അതെ. ഞങ്ങളെ തറവാട് വീടായിരുന്നു അത്. ഞങ്ങൾ ഒരു ഏട്ടൻ, ഞാൻ, എൻ്റെ അനിയൻ, എല്ലാവരും കൂടുന്നൊരു കുടുംബമാണത്. അതിലെൻ്റെ 5 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ഏട്ടൻ, 2 കുട്ടികൾ നഷ്ടപ്പെട്ട് ഞങ്ങൾക്കിപ്പോൾ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് മുണ്ടക്കൈയിലായിരുന്നു താമസം. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരു എന്തോ ആവശ്യത്തിന് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഞങ്ങളും അതിൽ പോകുമായിരുന്നു. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ 10-12 പേരും ഇനിയും കിട്ടാനുണ്ട്. 2 പേരെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതിനു വേണ്ടിയുള്ള സഹായം ചെയ്തു തരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണോ കഴിയുന്നത്? അതെ, ക്യാമ്പിൽ, മേപ്പാടി ക്യാമ്പിൽ പോയപ്പോൾ ഇവിടുന്ന് പിന്നെ തുണ്ടയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അളിയൻ്റെ വീട്ടിലാണ് ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും അനിയനും എല്ലാവരും പാടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. നിരവധി പേരുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടൗൺഷിപ്പ് പണിയും ബാക്കി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? അർപ്പിക്കുക പറഞ്ഞാൽ പുത്തുമല ഉരുളുപൊട്ടിയിട്ടും ഇനിയും എത്രയോ പേര് അതിൽ വീട് കിട്ടാത്ത ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെ കിട്ടാത്തതുണ്ട്. അവിടെ മനുഷ്യന്മാർ ജീവിക്കരുതെന്നുള്ള ഒരു ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെയും ദുരന്തം ഇനിയും വരും. ഇനി അതിന് മുകളിൽ നിന്ന് പൊട്ടി വരും. അതിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇനിയും താമസിക്കുന്നത്. ഞങ്ങൾ സ്ഥലം പോയി, വീട് പോയി, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു? ഈ പ്രാവശ്യം തന്നിട്ടേ ഇല്ല. ഈ പ്രാവശ്യം ഒരു മുന്നറിയിപ്പും തന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ അവിടെ കിട്ടായിരുന്നു. എനിക്ക് 52 വയസ്സായി. ഞങ്ങളവിടെ പെറ്റ് വളർന്ന് കളിച്ച് വളർന്ന എല്ലാ എൻ്റെ സഹോദരൻ, കൂട്ടുകാരന്മാർ എല്ലാവരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒരു മുന്നറിയിപ്പ് അങ്ങ് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ട് സമയത്തൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ 2 വർഷം മുന്നേ ഞങ്ങൾ പറഞ്ഞ് പള്ളിയിലൊക്കെ താമസിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അതേമാതിരി എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് അവിടുത്തെ മെമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാൾ പോകില്ല, ഒരിക്കലും പോകില്ല സാറേ. ഈ പുഞ്ചിരി വട്ടത്തുള്ള ചിലരെയൊക്കെ മാറ്റി പാർപ്പിച്ചു എന്ന് കേൾക്കുന്നു. തലേ ദിവസം മുകളിലുള്ള മുണ്ടക്കയിൽ ഞങ്ങളെ വിജയൻ മുണ്ടക്കയിൽ വിജയൻ എന്ന് പറയും. വിജയനാണ് പോയിട്ട് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് മാറി, പറഞ്ഞ ആൾക്കാരെ അവിടെ നിന്ന് മാറി. വിജയൻ്റെ അറിയുന്ന അവരെ മാറ്റിയെന്നുള്ളൂ. അല്ലാണ്ട് മൊത്തത്തിലൊരു അവിടുത്തെ മെമ്പർ വന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് മെമ്പറാണല്ലോ പറയേണ്ടത് ആധികാരികമായിട്ട്. അത് പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തിന് എൻ്റെ കൂട്ടുകാരന്മാരെയും എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. എൻ്റെ ചെറിയമ്മ പോയി, ചെറിയമ്മൻ്റെ മോൻ പോയി, എൻ്റെ അമ്മായിൻ്റെ മക്കൾ പോയി. 10-12 ആൾക്കാർ നഷ്ടപ്പെടുത്തുക. അതിൽ 2-3 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കിട്ടാനുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ ആൽബം കാര്യങ്ങളും ഓരോ ദിവസം പോകുമ്പോഴും ആൽബം എടുത്തിട്ട് വരും, ഫോട്ടോ എടുത്തിട്ട് വരും. അവരുടെ രേഖകൾ മാത്രമേ കിട്ടിയ, നമ്മളെ കുടുംബത്തിന് കിട്ടിയില്ല ഇതുവരെ ആയിട്ട്. ഞങ്ങളെല്ലാവരും കുടുംബമായി കഴിഞ്ഞ ഒരു വീടായിരുന്നു. ഞങ്ങൾ മുകളിൽ താമസിക്കും, ഏട്ടൻ അടിയിൽ താമസിക്കും, അനിയന് ഇപ്പുറത്ത് താമസിക്കും. അങ്ങനെ താമസിച്ച വീടായിരുന്നു. എൻ്റെ അനിയനും മക്കളും ഇത് അവിടെ ഉണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മൃതദേഹങ്ങളെങ്കിലും കിട്ടിയാൽ മതി അല്ലേ? അതെങ്കിലും കിട്ടി ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടിയാലെങ്കിലും ആശ്വസിക്കാം. സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കിട്ടി അറിഞ്ഞാലും വളരെ ഉപകാരം. 2 പേരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. അത് സങ്കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇനി പോകാനും ഒരു ഇടമല്ല. ഞാൻ അവിടെ ഞങ്ങൾ പോകില്ല. ഇനി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെയും പോകും. ആ മല ഇഞ്ഞു ഇടിയും.
പരിസ്ഥിതി പ്രവർത്തകൻ സ്റ്റാൻലി അഗസ്റ്റിൻ, അദ്ദേഹവും എന്നോടൊപ്പം ചേരുന്നു. സ്റ്റാൻലി അഗസ്റ്റിൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? വീണ്ടും ഈ മേഖലയിൽ താമസിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ആവാസ വ്യവസ്ഥയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ ഒരു കാരണവശാലും മനുഷ്യവാസം പാടില്ല, സാധ്യമല്ല. പക്ഷേ എങ്കിലും നമുക്കറിയാം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുത്തുമലയിൽ 5 വർഷം മുമ്പാണ് ഇങ്ങനെ ഉരുൾപൊട്ടിയത്. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല. ഇപ്പോഴിതാ മുണ്ടക്കൈയിൽ പൊട്ടിയിരിക്കുന്നു. ഇനിയും സംഭവിച്ചേക്കാം അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ദുരന്തത്തെ വിലയിരുത്തുന്നത്? ദുരന്തങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഒന്ന് മാൻമെയ്ഡ് ദുരന്തങ്ങൾ, അല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. ഇതിനെ നമുക്ക് മാൻമെയ്ഡ് ദുരന്തം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വയനാട് എന്ന് പറയുന്നത് വളരെ ഇക്കോ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഗവൺമെൻറ്റിനും വളരെ കൃത്യമായിട്ട് എങ്ങനെ ലാൻഡ് ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ഇവിടെ കൃഷി ചെയ്യണം, എങ്ങനെ വീട് വെക്കണം, എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം, എങ്ങനെ റോഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട, അതിന് പഠനങ്ങൾ നടത്തി അല്ലെങ്കിൽ ജോലി വാങ്ങിച്ച് ഓരോരോ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇത്തരം ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത്, ഈ മാൻമെയ്ഡ് ദുരന്തത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റവും മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് മാറി മാറി വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം ജനങ്ങൾക്ക് അറിയില്ല, അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് അറിയില്ല. അവർ സാധാരണക്കാരാണ്, അവർ കൃഷി ചെയ്യുന്നു, അവർക്ക് പരിസ്ഥിതി ദുർബല പ്രദേശം എന്താണെന്ന് അറിയത്തില്ല, വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ കൃത്യമായിട്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദികൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്ന, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിരുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് അവരതിന് മറുപടി പറയണം. ഇതിന് ആദ്യം ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് അവരാണ്, അവരിൽ നിന്നാണ് അത് വാങ്ങിക്കേണ്ടത്. അല്ലാത്തടത്തോളം കാലം ഇത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമുക്കറിയാം കർണാടകയിലെ സഹ്യാദ്രി ഉൾപ്പെടുന്ന 10 ജില്ലകളിൽ അനധികൃത എൻക്രോച്ച്മെൻറ്റുകൾ, അനധികൃത നിർമ്മാണങ്ങൾ എല്ലാം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കർണാടക സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണ്. അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിനെയാണ്. നമ്മൾ വനം വന്യജീവി പ്രശ്നം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ മേഖലയിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം താങ്കളെപ്പോലുള്ളവർ, പരിസ്ഥിതി പ്രവർത്തകർ പരാതികൾ നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. കാരണം നമ്മൾ കൊടുക്കാത്ത പരാതികളില്ല. നമ്മൾ ഇതെല്ലാം ഇതിന് ഒരു കെട്ട് പരാതികളുണ്ട്. പരാതികൾ മീൻസ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അതാത് ഉദ്യോഗസ്ഥന്മാർ, അത് MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, എത്രയോ ആളുകളുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങി ആയിരക്കണക്കിന് കോപ്പി പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഞങ്ങൾ പരിസ്ഥിതി എന്നൊന്നും പറയുന്നില്ല. പരിസ്ഥിതി എന്ന വാക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ പരിസ്ഥിതിയെ നശിപ്പിച്ചു കഴിഞ്ഞു. ആ വാക്കിന് പരിസ്ഥിതി സ്നേഹി, പ്രകൃതി സ്നേഹി എന്നൊക്കെ പറയുമ്പോൾ അത് പരിസ്ഥിതിയും പ്രകൃതിയും ഇല്ല. പരിസ്ഥിതിയും പ്രകൃതി എന്ന വാക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നതേ. നമ്മളിവിടെ കർഷകരാണ്. ഞാനൊക്കെ ഇവിടെ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചതാണ്. കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് ചെറുപ്പം മുതലേ കൃഷി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൃഷിയും അതുപോലെയുള്ള സംഗതികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് വയനാടിൻ്റെ ഓരോ പൾസും അറിയാം. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത്. കാരണം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു ഭാഗമാണ് ഈ നീലഗിരി എന്ന് പറയുന്നത്. താളൂരിൽ നിന്ന് അങ്ങോട്ട് നീലഗിരിയാണ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഈ ബാണാസുര വരെയുള്ളത്, ബ്രഹ്മഗിരി വരെയുള്ളതെല്ലാം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ആരും അത് ചെവിക്കൊണ്ടില്ല. പക്ഷേ നീലഗിരി കളക്ടറായിരുന്ന സുപ്രിയ സാഹു 2008 കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. ബിൽഡിങ്ങുകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും എല്ലാം. കാരണം അത്രയും ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്, പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അവിടെ ഇനി ഒരു പ്രകൃതി ദുരന്തം, കാരണം നമ്മൾ ആരും 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, കുറേ നാളുകളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ നടന്ന പല വികസന പ്രവർത്തനങ്ങളുടെയും പോപ്പുലേഷൻ വർധനവിൻ്റെയും ഡിഫോറസ്ട്രേഷൻ്റെയും അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദുരന്തങ്ങളെ താങ്ങാൻ വേണ്ടി, അതിനെ ലഘൂകരിക്കാൻ വേണ്ടി, അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് ഗവൺമെൻറ് നടത്തണം. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ, നീലഗിരി ജില്ലയിൽ അത് നടത്തി. അവിടെ കുഴപ്പങ്ങളില്ല. അത് ഇവിടെയും നടത്തണമെന്ന് ഞങ്ങൾ സാധ്യമാണ്. പക്ഷെ നമ്മുടെ ഭരണകൂടം അതിൽ ഇടപെടുന്നില്ല കേരളത്തിൽ, അല്ലേ? ഇപ്പൊ നോക്കൂ, ഒരുപാട് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്, അല്ലേ? അതായത് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അത് അറിഞ്ഞിട്ടും ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം സാധാരണക്കാർക്കോ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ അവരിവിടെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഇതിന്റെ ഇക്കോ സെൻസിറ്റീവിനെ കുറിച്ച് അറിയത്തില്ല. ദുരന്തങ്ങൾ ഉണ്ടായി, പല കാര്യങ്ങളും അവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി പഠനത്തിന്റെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ GSIയുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും IIT പോലുള്ളതിൻ്റെയോ അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആസ്ഥാന വിദ്വാൻമാരായ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ഒന്നും പഠനത്തിനനുസരിച്ചല്ല അവർ ചോറുണ്ടാക്കുന്നത്, കഞ്ഞി കുടിക്കുന്നതൊന്നും. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള വേണ്ട. സ്കൂളിലെ കുട്ടികളെങ്കിലും ഈ കാര്യം അവർക്ക് പറഞ്ഞ് ബോധിപ്പിക്കാമായിരുന്നില്ലേ? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്, നമ്മുടെ കൃഷിയാണ്, നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങളാണ്, നമ്മൾ വളർത്തുന്ന കന്നുകാലികളാണ്. നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ വീട്ടിലെ ആളുകൾക്കുണ്ട്. അവർക്ക് അതിനുള്ള ബോധ്യമില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവരിത് വല്ലതും ചെയ്യുന്നുണ്ടോ? കാരണം ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ കയറി നടക്കാത്ത ഓഫീസുകൾ, നമ്മുടെ മുഖം പരിചയമില്ലാത്തവരൊന്നല്ല ഇവിടെയുള്ള ആൾക്കാരൊന്നും. ഞങ്ങൾ എത്രയോ തവണ നമ്മളെ MP ക്ക് കത്തയച്ചു. ഇതൊക്കെ അതിൻ്റെ കോപ്പികളാണ്. ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ഞങ്ങൾ അവരുടെ നേതാക്കളോട് പറഞ്ഞു ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇവരുടെ അടുത്തൊക്കെ എല്ലാം റെക്കോർഡിക്കലായിട്ട് മെയിലിൽ അയച്ചിട്ടുണ്ട്, അല്ലാണ്ട് പോസ്റ്റലായിട്ട് അയച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് കണ്ട് ഈ വക കാര്യങ്ങളിൽ ഈ ദുരന്തം നടക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അടുത്ത വികസന സമിതി യോഗത്തിലെങ്കിലും ഈ വക കാര്യങ്ങൾ, ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റികൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുണ്ട്, ആ ഉത്തരവുകൾ നടപ്പാക്കാനുള്ള ആർജവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കണം, ജില്ലാ ഭരണകൂടം കാണിക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചവരോട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണ്, ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്, ഞങ്ങളെ കേൾക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവരത് ചെയ്തിട്ടില്ല. കാരണം ഇത്രയും ആളുകൾ മരിച്ചു എന്നുള്ളത് എൻ്റെ നാട് പോയതുപോലെയാണ്, ഞാൻ മരിച്ചതുപോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും വയനാടിൻ്റെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്, മേപ്പാടി എന്ന് പറയുന്നത്, മുണ്ടക്കൈ എന്ന് പറയുന്നതെല്ലാം. ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇത് പോയത് എൻ്റെയും കൂടെയാണ് പോയത്. എൻ്റെയും കൂടെ ജീവിതം നശിച്ചു പോയതുപോലെയാണ് എനിക്കുള്ളത്. ഞാൻ അത്രമാത്രം വേദനിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഈ വേദന ഇല്ലാത്ത ആളുകളോട് നമ്മൾ ഇനി എന്ത് പറയണം? ഇത് ഞാൻ ഈ വയനാട്ടിലെ കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുള്ള ആളുകളെ കുറിച്ചാണ്. ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. ഇനി ആരെയാണ് പേടിക്കേണ്ടത്? മുഖ്യമന്ത്രിയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ. ബയോഡൈവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്നത് 2002-ലാണ്. 2002 ഇത് കൊണ്ടുവന്നത് ആഗോള കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ജനങ്ങൾ സജ്ജരാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് 2002 കൊണ്ടുവന്നു. 2008 നിയമങ്ങളും ചട്ടങ്ങളും പാസ്സായി. എത്ര സ്ഥലത്ത് ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നു? പഞ്ചായത്തുകൾ അത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ഒരു പഞ്ചായത്തിൻ്റെ BMC കൺവീനറാണ്. എന്നെ ഞാൻ തെരഞ്ഞെടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, നിരവധി നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ കുറ്റമറ്റ രീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥരുള്ളത്. അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പരിപാടി? നിയമങ്ങളുണ്ട്, പക്ഷേ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നില്ല. ഭരണകൂടങ്ങൾ കണ്ണടക്കുകയാണ്. ഇവിടെ ഈ ദുരന്തമുഖത്ത് സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ വളരെ സജീവമായി വ്യാപരിക്കുകയാണ്. ദുരന്തം സംഭവിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവ ആ കർമ്മ മേഖലയിൽ ഉണ്ട്. ഈ സേവാഭാരതിയുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. സേവാഭാരതി ദുരന്തം നടന്ന അന്ന് മുതൽക്ക് കർമ്മത്തിനായിട്ട് സേവ ചെയ്യാനായിട്ട് ഈ മുഖത്തുണ്ട്. എല്ലാവരും സംസ്ഥാനത്ത് ലെവലിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ശ്മശാന ഭൂമിയിൽ ശവസംസ്കാരത്തിനുള്ള ഇത്രയും ഏകദേശം 64 ദിവസങ്ങൾ ക്രിമേഷൻ ചെയ്തു. അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ആൾക്കാരെ കുറിച്ചെല്ലാം ചെയ്തതാണ്. ബാക്കി ആഹാരത്തിൻ്റെ ഇതിന് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ പറഞ്ഞു എല്ലാ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് വ്യത്യസ്തമായ ക്യാമ്പുകളിലും ശ്മശാനത്തിൻ്റെ ജോലിക്ക് വേണ്ടി, റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയും, സിറ്റിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും എല്ലാവിധമായ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുള്ളവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി ഞങ്ങൾ സംസ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സെക്രട്ടറി സേവാഭാരതിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എത്രമാത്രം വേദനിക്കും. ഈ സമൂഹത്തിനൊരു തണൽ എന്നുള്ള രീതിയിലാണ് സേവാഭാരതി ഏത് പ്രവർത്തനങ്ങളിലും ഇടപെടുന്നത്.
അത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിലും ഈ രണ്ട് മേഖലകളിലും നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഒരു സന്നദ്ധ സംഘടന എന്ന നിലയിൽ കേരളത്തിൽ നിയമം ശാസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒരു വൈവിധ്യവും നോക്കാതെ നമ്മൾ ഏത് ആപത്ത് വന്നാലും അവിടെ വളരെ വേഗത്തിൽ ആദ്യത്തിൽ എത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം പോകുന്ന ഒരു സംഘടന, എല്ലാം തീർത്തു പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്തും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സജ്ജനങ്ങളുടെ സഹകരണം അതിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ ഘടകം, ദേശീയ സേവാഭാരതി കേരളം സംസ്ഥാനത്തിൻ്റെ ഘടകം ഈ നടന്ന അപകടത്തെ സംബന്ധിച്ച്, ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇത് സംഭവിച്ചു പോയി. നേരത്തെ ഇവിടെ ബഹുമാന്യനായ പരിസ്ഥിതി പ്രവർത്തകൻ അതിൻ്റെ എല്ലാ ശാസ്ത്രീയ സാങ്കേതിക കാരണങ്ങളും ഇവിടെ നിരത്തി. ഈ സംഭവിച്ച കാര്യത്തിൽ ഇനി നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ എന്താണ്? ക്യുക്കായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ഇടപെട്ടു. ഒരു വളരെ വിഷമത്തോടുകൂടി ഞാനൊരു കാര്യം പറയുകയാണ്. നമുക്ക് പല സന്ദർഭങ്ങളിലും പല ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൽ. എങ്കിലും ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ സർക്കാർ ഇത്തരം സംഘടനകളെ ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിച്ചിട്ടാണ് സർക്കാർ ഈ പ്രവർത്തനങ്ങളിൽ ഒരു പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടത്. പിടിച്ചില്ലെങ്കിലും ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്, അല്ലേ? തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തരുത്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനത്തെ ചില ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് ഇപ്പോഴൊന്നും മാത്രമല്ല, എപ്പോഴും. എന്തുകൊണ്ടോ അത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളെല്ലാ വിഭാഗങ്ങൾക്കും ഒരു വിഭാഗത്തിനെയും നോക്കാതെയാണ് നമ്മുടെ സേവനം നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത്രയും കാലം ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോകുന്നു. അത് ഒന്ന് മാറ്റം വരുത്തണം എന്നുള്ളൊരു അപേക്ഷ സേവാഭാരതിക്കുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം എന്നുള്ള അപേക്ഷയുണ്ട്. സംസ്ഥാന ഘടകം ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായ യോഗം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നേതൃത്വം കൊടുത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായൊരു ഡാറ്റ ശേഖരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എത്ര പേർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന കാര്യം പോലും വ്യക്തമല്ലാത്ത ഈ സാഹചര്യത്തിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെയുള്ള പരിശ്രമം നടത്തി എല്ലാ ഡാറ്റകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഈ സമാജത്തിലെ, അത് കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ സജ്ജനങ്ങളുടെ മുഴുവൻ സഹകരണവും ദേശീയ സേവാഭാരതി കേരളത്തിനോട് ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ, ഭൂമിയുടെ കാര്യങ്ങൾ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ഭൂമി, ആ സുരക്ഷിതമായ സ്ഥലം അവിടെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഭവനം, ഇത് നമ്മുടെ സേവാഭാരതിയുടെ ഒരു സ്വപ്നം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത് എമർജൻസി ചെയ്യേണ്ട ഒരു കാര്യം, ഇവരെ ആ മാനസിക അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കൗൺസിലിംഗ് സംവിധാനം. ഇന്ന് നമുക്ക് 100 കണക്കിന് കൗൺസിലേഴ്സ് നമ്മുടെ സേവാഭാരതിയിലുണ്ട്. ആ ആളുകളെ മുഴുവൻ നമുക്ക് ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. ഡോർ ടു ഡോർ അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി, സിംഗിളായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ളൊരു തയ്യാറെടുപ്പ് സേവാഭാരതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു തലചാക്കാനൊരിടം എന്നൊരു പദ്ധതിയിൽ കൂടി ആയിരക്കണക്കിന് വീടുകൾ സേവാഭാരതി ഇതിനോടൊപ്പം തന്നെ ഇവിടെ പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. തുടർന്നും ഒരു 1000 വീടുകൾ നമ്മൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ദുരന്തം നമ്മളെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ വയനാട്ടിലെ ഈ പറയുന്ന മുണ്ടക്കൈ, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ആ വീട് നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾ, അവരൊന്നും ഒരു ആശങ്കയ്ക്കും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദേശീയ സേവാഭാരതി കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇന്ന് ഒപ്പം നിൽക്കാൻ നമ്മളുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് സംസ്ഥാന സമിതിക്ക് പറയുവാനുള്ളത്. ഓക്കെ, സേവാഭാരതിയിൽ വിശ്വസിക്കാം. സ്വാമി സുനിൽദാസ് ഞങ്ങളോടൊപ്പം ചേരുന്നു. സ്വാമി, ഞാൻ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ 2 വാക്കുകൾ കേട്ടു. ഒന്ന് ഭാരതത്തിൻ്റെ സേവനം, അതാണ് സേവാഭാരതി. സേവാഭാരതി ഭാരത സേവ.
പിന്നെ ജനങ്ങളുടെ ധാർമ്മികത മാനുഷിക മൂല്യം അറിയുന്ന ചാനൽ, അത് ജനം TV. ഇപ്പോൾ ജനുവായി സേവനുമായി, അതുകൊണ്ട് ഇങ്ങോട്ട് എത്തി. ആ ചടങ്ങ് കഴിഞ്ഞ് വരികയാണ്. അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു പുണ്യക്ഷേത്രം സന്ദർശിക്കും. അല്ലെങ്കിൽ ആര് പോയാലും ഇപ്പോൾ തൃശ്ശൂർ പോയ ഗുരുവായൂർ, പാറമേക്കാവ്, വടക്കുന്നത്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എവിടെ പോയാലും ഒരു സേവാ കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ പോകും. അതൊരു പുണ്യക്ഷേത്രമാണ്. സേവാഭാരതി പുണ്യക്ഷേത്രമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, നശിച്ചിട്ടും നശിക്കാത്ത ഭാരതമേ. നായക്കളുടെ കുര കേട്ടാൽ ഭയപ്പെടാൻ പാടില്ല, പക്ഷേ ഇടുതി വീണ അനങ്ങാനും പാടില്ല. ഇതെല്ലാം ലോകത്തുണ്ടാവും. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു വലിയ അത്ഭുതം ഉണ്ടായി. ഈ സ്ഥലവും ആ സേവാ കേന്ദ്രവും പള്ളിക്കാർ തന്നു, CSIക്കാർ. നമ്മൾ അഭിനന്ദിക്കണം. ഇവിടെ യൂണിറ്റി, പ്യൂരിറ്റി, എല്ലാവരും യൂണിറ്റി, പ്യൂരിറ്റി ആൻഡ് ഡിവിനിറ്റി. ഇതാണ് ഇവിടുത്തെ ഉപനിഷത്തും വേദവും എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിവേകാനന്ദ സ്വാമി എന്താ പറഞ്ഞു? പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ ശ്രേഷ്ഠം സേവാഭാരതിക്കാരെ സേവനം ചെയ്യുന്ന കൈകളാണ്. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ബലേഷു കഥാജന. നമ്മൾക്കിത് വിലപിക്കും, പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ നായക്കളുടെ എന്തിനു ഭയപ്പെടണം? നമ്മൾ സ്ട്രോങ് ആയിട്ട് കർമ്മരംഗത്ത് പോകണം. 1000 വീടല്ല. ഞാനിന്നിപ്പോൾ അവിടെ ചടങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഈ വരുന്ന വഴിയിൽ ഒരു സഹോദരൻ, ബിസിനസ് ഹോസ്പിറ്റൽ ഡയറക്ടർ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്വാമി 2 ഏക്കർ തരാം, ലാൻഡും നിങ്ങൾക്ക് ട്രസ്റ്റിന് തരാം, 50 വീടും കെട്ടിത്തരാം. അപ്പോൾ നല്ല മനസ്സുള്ളൊരു ലോകത്തുണ്ട്. നമ്മൾ ഒരു മുന്നോട്ട് വരിക. അപ്പോൾ സേവാവേദിക്ക് അത് തരാൻ തയ്യാറായിരിക്കുകയാണ്. ഞാൻ പാലക്കാട് മുതലപ്പടിയിൽ നിന്ന് വരില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യാം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ വന്നു? സമുദ്രവസതേ ദേവി പർവ്വതസ്തനമണ്ഡലെ. ഭൂമിദേവിയുടെ മന്ത്രമാണ്. വിഷ്ണു പത്നീം നമസ്തുഭ്യം. അടുത്ത നിയമം പാലിക്കണം. പാദം സ്പർശം ക്ഷമസ്വമേ. ഈ ഭൂമിയിൽ നിങ്ങൾ പാദം വെക്കുന്നതിന് മുമ്പ് ഭൂമി ദേവിയോട്, പ്രകൃതി ദേവിയോട്, മാതാവിനോട്, സ്വന്തം മാതാവിനോട് ക്ഷമ ചോദിച്ചിട്ട് വേണം ഒരു ദിവസം തുടങ്ങണമെങ്കിൽ. നമ്മളുണ്ടോ? എത്ര കോറിയുണ്ട് ഇവിടെ? എത്ര കോറിയുണ്ട് ഈ ഭാഗത്ത്? അപ്പോൾ ഇത് നമ്മൾ എതിർക്കും. ആ എതിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ട മരുന്ന്, ആ സഹോദരൻ പറഞ്ഞ പോലെ ഇവിടെ സ്നേഹമാണ്, സഹതാപമല്ല. അതെ, തീർച്ചയായും. നമുക്കിവിടെ സ്നേഹത്തിൻ്റെ ശബ്ദം കൊടുക്കുക, സ്നേഹിക്കുക. ഇപ്പോൾ ആ ജനങ്ങൾക്കും ക്യാമ്പിൽ നമ്മുടെ എല്ലാം ഇന്ന് രാവിലെ തൊട്ട് സന്ദർശിച്ചു. അവർക്ക് ആവശ്യം ഇപ്പോൾ ഭക്ഷണം ധാരാളമുണ്ട്, വസ്ത്രമുണ്ട്, മരുന്നുണ്ട്, എല്ലാവരും ഭയവുമാണ്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയും സ്നേഹവും ആണ്, സഹതാപവും എല്ലാം വേണ്ടത്. അതാണ് നമുക്ക് കൊടുക്കാനുള്ള അത് ഓരോ വ്യക്തികളും. പക്ഷെ എന്ത് തന്നെ ആയാലും വിവേകാനന്ദ സ്വാമിയുടെ നശിച്ചിട്ട് നശിക്കാത്ത ഭാരതമാണ് ഈ പുണ്യഭൂമി. ഇവിടെ ഭാവരാഗ താളമാണല്ലോ ഭാരതം. തീർച്ചയായും. ഭാവമില്ലാത്ത ഭാരതം ഉണ്ടാകും. എവിടെ രാഗമുണ്ടോ അവിടെ ഭാരതമാണ്. എവിടെ താളമുണ്ടോ, താളം തെറ്റിയാൽ എല്ലാം തെറ്റും. അതാണ് ഭാവരാഗ താളം ഭാരതം. പക്ഷേ നമ്മുടെ മഹാരഥന്മാരെല്ലാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പുതിയ യുവതലമുറയടക്കം ആരോട് ചോദിച്ചാൽ ടെൻഷൻ. എന്തെങ്ങനെ ഒരു വാക്ക്? ഒരു 5 വയസ്സായ കുട്ടി അതിന് അമ്മയും അച്ഛനും പറയാനും മെഡിക്കലാകണം, അപ്പോഴേ ടെൻഷനായി. ഈ ടെൻഷൻ എന്താ മരുന്ന്? മൂർഖൻ പാമ്പ് കടിച്ചാൽ അതിൻ്റെ പ്രതിവിധി മൂർഖൻ്റെ വിഷം അല്ലേ? അൺലി കടിച്ചാൽ അൺലിയുടെ വിഷം. ടെൻഷൻ്റെ മരുന്ന് ടെൻഷൻ. അറ്റൻഷൻ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഭഗവത്ഗീത. നമ്മൾക്ക് എവിടെ കോൺസെൻട്രേഷൻ ഉണ്ടോ, എവിടെ ഭഗവാന്റെ നാമം ഉണ്ടോ, അവിടെയാണ് ഭഗവാൻ ഉണ്ടാകും. യൂണിറ്റി, പ്യൂരിറ്റി, ഡിവിനിറ്റി. തീർച്ചയായും ജനം TVയുടെ മഹൽ കാര്യങ്ങൾക്ക് ഒരുപാട് ഇത്രയും ദിവസം ഓരോ വ്യക്തികളുടെയും ആ അമ്മമാരുടെ സങ്കടമൊക്കെ ലൈവ് പ്രോഗ്രാമിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര പേരാ ജനം TV എല്ലാം കണ്ടിട്ട് അത് വലിയ സർവീസാണ്. അവർ ത്യാഗമാണ്. ഊണില്ല, എത്ര ദിവസം ഇവരെല്ലാം വന്നിട്ട് വീട്ടിൽ ഭാര്യമാർ, കുട്ടികൾ, അച്ഛൻ, അമ്മ, എത്ര പ്രശ്നങ്ങളാണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരണമെങ്കിൽ അതിൻ്റെ ത്യാഗമാണ്. ഇവരെത്ര ദിവസം ഊണില്ല, ഉറക്കമില്ല, ഇത് ജനങ്ങളിൽ എത്തിക്കണം ഓരോ രംഗങ്ങളിലും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾക്കിവിടെ ഈ ദുരന്തത്തിൽ പ്രകൃതി ദേവിയുടെ നിയോഗം കൊണ്ടെന്നറിയില്ല ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. ഇപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ ശരീരഭാഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ സന്നിധിയിൽ പിന്നെ
സേവാഭാരതിയുടെ നേതൃത്വത്തിലും ഇവിടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. നമ്മൾ ആ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ത്രയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയമാമൃതാത്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. ഓരോന്നില്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ. ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു നിർത്തുന്നു, നീ നിർത്തുന്നു ദേഹിയേ. നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ക്രിയ മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവാ, സർവകർമ്മൈക്യ സാക്ഷി നീ. എല്ലാം ഒടുക്കം വന്നൈക്യമടയും ശാന്തിതമാമാം. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഇനിയിപ്പോൾ എന്നോടൊപ്പം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ട്. സംഘടന ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ ഉണ്ട്. ഇന്ന് സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം വലിയ വിഷമത്തിലാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് കൗൺസിലിംഗ് അനിവാര്യമാണ്. അങ്ങനെ ഒരു ചില സംവിധാനങ്ങളൊക്കെ ഇന്ന് സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ABVPയുടെ പ്രവർത്തകർ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടോ അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? കഴിഞ്ഞ ഈ ദുരിതം സംഭവിച്ച അടുത്ത ദിവസം മുതൽ തന്നെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ സജീവമായിട്ട് ഇവിടെയുണ്ട്, ദുരന്തമുഖത്തുണ്ട്. ആവശ്യമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് അത് ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും, അതിപ്പം മോർച്ചറിയിലായി കഴിഞ്ഞാലും, ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിഞ്ഞാലും, തിരച്ചിൽ നടക്കുന്ന മേഖലയിലായി കഴിഞ്ഞാലും, ഈ ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും, അതിനപ്പുറം പലതരത്തിലുള്ള സന്നദ്ധ സേവന പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ മേപ്പാടി ഈ ടൗണ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പല സേവന പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും നടന്നിരിക്കുന്നത്. പലതരത്തിലുള്ള മാലിന്യങ്ങളുമൊക്കെ ഈ ടൗണിൽ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അത് ശുചീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള സ്ക്വാഡുകളായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ABVPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആൾക്കാരടക്കം സജീവമായിട്ട് ഇവിടെയുണ്ട്. പലതരത്തിലെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരന്തമുഖത്ത് ആദ്യമായിട്ടാണോ? അല്ല, തീർച്ചയായും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇടപെടാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇങ്ങനെ പോകുന്ന സമയത്ത്, ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും അവിടെ ഉറ്റവർ നഷ്ടപ്പെട്ടവർ നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒന്നിച്ച് സഹപാഠികളായിട്ടുള്ള കുട്ടികൾ മരണപ്പെട്ട് വാർത്തയറിയുന്ന, അങ്ങനെ ഈ ഒരു ദുരന്തത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു ഷോക്കിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പലതരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വിദ്യാർത്ഥി സംഘടന, ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ABVPയുടെ പ്രവർത്തകർ പലതരത്തിലുള്ള
വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളടക്കമുള്ള വസ്തുക്കൾ ശേഖരിക്കുകയും അത് എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാം. കാരണം നമ്മൾ ഈ ദുരന്തമുഖത്തേക്ക് പോയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പാഠപുസ്തകങ്ങൾ, ബാഗ്, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് നശിച്ച് കുത്തിയൊലിച്ച് പോയിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ശൂന്യതയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ആ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ, സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ മാനസികമായിട്ട് എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പല കുട്ടികളും പൊട്ടിക്കരയുന്ന കാഴ്ച ഒരുപക്ഷെ അവരുടെ സഹപാഠികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായും. മാത്രമല്ല അവർക്ക് അറിയാവുന്ന കുടുംബങ്ങളിലെ അവരുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് അവർ തിരിച്ചിരുന്ന ക്ലാസ് മുറികളിൽ എത്തിയത്, അല്ലെ? അപ്പോൾ അടിയന്തരമായിട്ടും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ആ സമ്പ്രദായം ഏർപ്പെടുത്തണം. തീർച്ചയായിട്ടും ആ കുട്ടികളുടെ മാനസിക നില പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ 5-6 ദിവസമായി ദുരിതാശ്വാസ ക്യാമ്പ് കഴിയുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആശങ്ക അവരുടെ ഉള്ളിലൊക്കെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ആശങ്ക മുതിർന്നവരിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിദ്യാർത്ഥികളിലുമുണ്ട്. അവരുടെ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ജില്ലയിലുള്ള മറ്റ് സ്കൂളുകളൊക്കെ സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പ്രളയബാധിത ദുരന്തബാധിത പ്രദേശങ്ങളിൽ സ്കൂളുകൾ ഇന്നും അടഞ്ഞു കിടക്കുക. പൊട്ടിത്തകർന്ന സ്കൂളുകളുണ്ട്. മുണ്ടക്കൈ പോലുള്ള സ്കൂൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. പല സ്ഥലങ്ങളിലും സ്കൂളുകൾ പൊട്ടിത്തകർന്ന സ്കൂളുകളുണ്ട് പ്രളയബാധിത. അല്ലാത്ത സ്കൂളുകളിലും പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ പഠിക്കാൻ ആ സ്കൂളിലെ കുട്ടികളെ ഇന്ന് അന്വേഷിച്ച സമയത്ത് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകരായിട്ടൊക്കെ അന്വേഷിച്ച സമയത്ത് ഈ ടൗൺ മേഖലയിലുള്ള മറ്റ് സ്കൂളുകളിലേക്ക് എത്തിച്ച് അവരുടെ വിദ്യാഭ്യാസം തുടരുന്ന വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി ഒന്നും നമുക്ക്. വേറൊരു കാര്യം, ഈ ദുരന്തത്തിൽ ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഗവൺമെൻറ് LPS പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അതുപോലെ ഇങ്ങ് താഴെ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നഷ്ടപ്പെട്ടു. സത്യത്തിൽ ആ ഒരു വിദ്യാലയമാണ് രക്ഷകനായത്. അല്ലെങ്കിൽ ആ ചുരൽമല അങ്ങാടി മൊത്തം ഇല്ലാതായേനെ. പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസം ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നതുകൊണ്ട് അത്രയും ആത്മബന്ധമായിരുന്നു കുട്ടികളുമായിട്ടുണ്ടായിരുന്നത്, അല്ലേ? പ്രകൃതിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷേ ആ പ്രകൃതി തന്നെ ഈ രീതിയിൽ പ്രവർത്തിച്ചല്ലോ എന്നുള്ളൊരു പരിദേവനോ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് പ്രകൃതിയുടെ മാത്രമല്ല, നേരത്തെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രകൃതിയെ അറിയാൻ കുട്ടികൾ പഠിച്ചു വരുന്നതിന് മുമ്പേ അവർക്ക് മുന്നേ സഞ്ചരിച്ചവർ പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഈ തലമുറ കൂടി അനുഭവിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ തലമുറ, ഇനി ഇവരുടെ തലമുറ പോലും ഇതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് എത്രത്തോളം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു ആശങ്ക നമുക്കിവിടെ ബാക്കി നിൽക്കുക. അതുപോലെ തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കുട്ടികളെ അവരെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ. അത് കൗൺസിലിംഗ് ആയി കഴിഞ്ഞാലും അവരെ നിലവിലുള്ള അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മുട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ട് അവരെ സഹപാഠികളോടൊപ്പം അവരുടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ, പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനുള്ള ഭൗതികവും അതേപോലെ തന്നെ മാനസികവുമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആശങ്ക അവരിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാ സംവിധാനത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ABVP മുന്നോട്ട് വെക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ABVP പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, ഇടപെടൽ ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ദുരന്തമുഖത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദുരന്തത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസമാണ്. ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ, അല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000-2000 മെമ്പേഴ്സ് തന്നെ ഉണ്ടാവും ആ കുടുംബങ്ങളിൽ, അല്ലേ? അപ്പോൾ ഈ സ്കൂളുകളിലാണ് ഇപ്പോൾ പുനരധിവാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ ഇവരെ ആര് സ്വീകരിക്കും? ഇപ്പോൾ നിരവധി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ഇപ്പോൾ ടൗൺഷിപ്പൊക്കെ നല്ല കാര്യമാണ്, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സമയബന്ധിതമായി ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ പറ്റുമോ? അതും ഈ വയനാട് ജില്ലയിൽ സാധ്യമാവുമോ ഇതൊക്കെ? ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുള്ള മിലിറ്ററി, അതേപോലെ തന്നെ ഇവിടുത്തെ NDRF, സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ,
അവർ ചെയ്ത സേവനത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയും പരേതാത്മാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുമാണ് ഞാൻ ഈ വേളയിൽ ചെയ്യുന്നത്. വയനാട് ദുരന്ത ബാധിതമായിട്ടുള്ള ജില്ലയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 67 എന്ന് എനിക്കൊരു ഓർമ്മ, ചെമ്പ്ര മല ഇടിഞ്ഞതാണ്. അങ്ങനെ ഒരു ദുരന്തം വയനാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 84 ഓർമ്മ മുണ്ടക്കയിൽ ഇതേപോലെ തന്നെ റാണിമലയിൽ മലയിടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടിക്കൊണ്ട് ഒരു ദുരന്തം നമ്മളെ സൂചിപ്പിച്ചു. ഇപ്പോൾ അതേ ബെൽറ്റിൽ നമുക്ക് അനുഭവപ്പെട്ടതാണ് പുത്തുമലയിലെ ദുരന്തം. ആ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ നിന്നും നമുക്ക് വലിയൊരു പാഠം തന്നിരുന്നു. ആ പാഠം നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. നമ്മുടെ പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം ഇല്ലാതായിരിക്കുന്നു. ചൂരൽമല പകുതിയിലധികവും ഇല്ലാതായിരിക്കുന്നു. ഈ ദുരന്തം മുഴുവൻ നടക്കുന്നത് ഒരു ബെൽറ്റിലാണ്. നേരത്തെ പരിസ്ഥിതി പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വില്ലേജുകളിലും താലൂക്കിലും വയനാട് ജില്ലയിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയുടെ സ്വഭാവമുണ്ട്. ആ ഭൂമിയുടെ സ്വഭാവത്തിന് വളരെ ഘടകവിരുദ്ധമായി മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള നയമാണ് ഇത്. പ്രകൃതിയിലുണ്ടായിട്ടുള്ള ദുരന്തത്തിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് നമുക്ക് 100% അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇവിടെ റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പ്രകൃതിയെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഉത്തരവാദി ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പുത്തുമലയിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ഇനിയും 5 പേരിലോളം ആളുകളെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ മുണ്ടക്കയിലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിലും 100 കണക്കിന് ആളുകളെ നമുക്ക് അവരുടെ മൃതശരീരം പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാതെ സർക്കാരിൻ്റെ കണക്കുകൾ പോലും കൃത്യമായിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. രണ്ടാമത്, ഇപ്പോൾ കുടിയിരുത്തുന്നതിന് വേണ്ടി ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. സർക്കാർ ഏത് രീതിയിലാണ് കുടിയിരുത്തുന്നത്? നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ നിയമം വരെ പറയുന്നു, ഒരു കോളനൈസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പോലും അനുവദനീയമല്ല. പക്ഷേ ചൂരൽമലയിലായാലും മുണ്ടക്കയിലായാലും വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ അവർ ചെലവിടുന്നത് ചൂരൽമല അങ്ങാടിയിൽ വന്നുകൊണ്ടാണ്. ആ ജനത ഒന്നടങ്കം ഇല്ലാതായിരിക്കുക. ഇപ്പം നാമമാത്രമായിട്ടുള്ള ആളുകളാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉള്ളത്. വിരലിലെണ്ണാവുന്ന ആളുകളാണ്. അവരുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് ടൗൺഷിപ്പിൽ എന്ത് കാര്യം? അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അമ്മമാരും അച്ഛനും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളുണ്ടാകുന്നു. അവർക്കിതിൽ എന്ത് കാര്യം? അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാനേ ഇനി സാധിക്കുകയുള്ളൂ. ഈ ദുരന്തമുണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ ജനതയോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദുരന്തമുഖത്ത് നമ്മളെല്ലാവരും കൈകോർത്ത് ചേർന്നുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കുവാനുമായി നിൽക്കുന്നത്. എല്ലാവരും ഇന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സന്നദ്ധ സംഘടനകളായാലും വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളുണ്ട്, അത് നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പുത്തുമല ദുരന്തത്തിൽ പൂത്തക്കൊല്ലി എസ്റ്റേറ്റിൽ പ്ലാന്റേഷൻ എടുത്തുകൊണ്ട് അവിടുത്തെ 52 കുടുംബങ്ങൾ അധിവസിപ്പിച്ചു. ഇനിയും അതിൽ നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾക്ക് പുനരധിവാസം നടക്കേണ്ടതുണ്ട്. അത് സാധ്യമായിട്ടില്ല. പുത്തുമല ദുരന്തത്തിൽ അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് അന്ന് സർക്കാർ കൊടുത്തൊരു വാഗ്ദാനം, അതായത് അവരുടെ വാടക കൊടുക്കുന്നുള്ളതാണ്. പക്ഷേ ഈ 8000 രൂപ 3 മാസം മാത്രമേ കൊടുത്തുള്ളൂ. സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഈ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കും ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് അവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ എങ്ങോട്ട്, അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്, അല്ലേ? അതല്ലേ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്? തീർച്ചയായും. അവരെ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം വളരെ വലുതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും അതാണ്. അവരെവിടെ പോയി താമസിക്കും? ഏതാണ് അവർക്കുള്ളൊരു ഷെൽട്ടർ? ഇപ്പോൾ സ്കൂളുകളാണ് പൂർണ്ണമായും ക്യാമ്പുകളായി മാറിയിട്ടുള്ളത്. ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണം. ഇവിടെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഫ്ലാറ്റുകളുണ്ട്. നിരവധി ഫ്ലാറ്റുകൾ, ഹോം സ്റ്റേകൾ, ഇതെല്ലാം അനധികൃതമായിട്ടും ചെയ്തതും അല്ലാത്തതുമുണ്ട്. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കണ്ടെടുത്തി സർക്കാർ അത് പിടിച്ചെടുത്തുകൊണ്ട് വാടക കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലിയായ ഖജനാവിൽ നിന്ന് ഇവരെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുക, ആ പുനരധിവാസം എങ്ങനെയാണ് നടപ്പിലാക്കുക, അതിനുള്ളൊരു പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് സ്കൂളുകൾ റിലീസ് ചെയ്യണം.
ഇതിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉടനടി ഉണ്ടാകണം. ആ ഉണ്ടാകേണ്ട ആളുകൾക്ക് വാടക കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അവർക്കിനി കയറി കിടക്കാൻ അന്തിയുറങ്ങാൻ ഒരു ഇടമില്ല. ആ ആശങ്ക മാറ്റാൻ ഗവൺമെൻറ് വളരെ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ. ഇനിയും ഒരു ദുരന്തം ഏറ്റുവാങ്ങുവാൻ വയനാടിന് കഴിയില്ല. ആ ദുരന്തം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വയനാടിലെ മുഴുവൻ ആളുകളും വയനാട് ജില്ല വിട്ടു പോകേണ്ട സാഹചര്യം. ഒരു ഭാഗത്ത് വന്യമൃഗത്തിൻ്റെ ശല്യം, അതിനെ സംരക്ഷിക്കുവാൻ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഫണ്ടുകളായാലും അന്താരാഷ്ട്ര ഫണ്ടുകളായാലും വിനിയോഗിച്ച വയനാടാണ്. അവരിൽ നിന്ന് രക്ഷയില്ല. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് അത് പാലിക്കുന്നില്ല. ശാസ്ത്രീയമായി ഇതിൻ്റെ ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലും ബലി കഴിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും, ദുരന്തം കാണാൻ സാധിക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞ ഗാഡ്ഗിൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പുല്ലുവിലകൾ നൽകിക്കൊണ്ട് ഈ പറയുന്ന പരിസ്ഥിതിയുമായോ ഈ വിഷയങ്ങളുമായ ഒരു പുലബന്ധവും പോലും ഇല്ലാത്ത ആളുകളുടെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാരുടെ പല രീതി നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന രീതിക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വിമുഖത കാണിച്ചതും ഇതിനു വേണ്ടിയുള്ള എല്ലാവിധ വഴിയും ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടെ മേപ്പാടി പഞ്ചായത്ത് ഡിസംബർ മാസം 30-ാം തീയതി ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണിത്. ആ 30-ാം തീയതി അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ റിസോർട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ പഞ്ചായത്ത് പറഞ്ഞത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തു. ഇതുവരെയും പൊളിച്ചു മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. അവരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ സമൂഹം കാണുകയാണ്. അവരുടെ സംഘടനകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ വാഗ്ദാനം അവരുടെ നിർബാധമായി തുടരുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് നിൽക്കുന്നതിന് വേണ്ടി, ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ അഭിപ്രായമുള്ളത്. ഈ ദുരന്തമുഖത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആ വ്യക്തികൾക്ക്, ആ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള തണലുമായി വർത്തിക്കുവാൻ ഞാൻ BMSൻ്റെ പ്രവർത്തകനാണ്. BMSും സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുമായി കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ അവരുടെ അവസാനത്തെ ആളുകളുടെ, സേവാഭാരതി പറഞ്ഞതുപോലെ അവരുടെ അവസാനത്തെയും പ്രതീക്ഷ അത് നിറവേറ്റിയതിന് ശേഷം മാത്രമേ ഈ മുഖത്ത് നിന്ന് പിൻവാങ്ങുവാൻ ഞങ്ങളുള്ളൂ. അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ആ ദുരന്തത്തിലുള്ള മുഴുവൻ സമൂഹത്തിൻ്റെയും എല്ലാവിധമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ ക്യാമ്പുകൾ സന്ദർശിച്ച സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളാണ് തുണ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അവസാനത്തെ ആവശ്യവും പരിഗണിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിൻവാങ്ങുകയുള്ളൂ. അത് ഞങ്ങൾ വാഗ്ദാനം തരുന്നു. സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് സർക്കാരിനെ കൊണ്ടും പൊതു സംഘടനകളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ടും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിങ്ങളുടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനല്ല, നിങ്ങളുടെ ഇനിയുള്ളൊരു അതിജീവനത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത്. സർക്കാരും ചെയ്യേണ്ടത് അവരുടെ അതിജീവനത്തിന് വേണ്ടി ഉള്ള പ്രക്രിയക്ക് ഈ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കണമെന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, വാഗ്ദാന പെരുമഴയുണ്ട്. പക്ഷേ കൊടുത്ത ഉറപ്പ് അത് സമയബന്ധിതമായി പാലിക്കുക എന്നുള്ളതാണ്. സേവാഭാരതിയുടെ ഭാഗമായിട്ട് സ്ത്രീകളും വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാണാം, ഈ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം? ഇതുപോലുള്ള ഒരു ദുരന്തം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ വലിയ ദുരന്തത്തിൽ അതെ വയനാട്ടിൽ തന്നെ നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്, നേരിട്ട് കാണുന്നത്. നമ്മളെയൊക്കെ സമയം ഒരു 3 മണി തൊട്ട് നമുക്ക് കോള് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 6 മണിയായപ്പോഴേക്കും എല്ലാവരും കൂടി എത്തി. അന്നേരം തൊട്ട് തന്നെ നമ്മളിവിടെ ഏകദേശം ഒരു ഓർഡറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഓർഡർ അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം. അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് ബോഡീസ് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ശവസംസ്കാര യൂണിറ്റുകൾ, നമുക്ക് ചിതാഗ്നി ഉണ്ട്. ചിതാഗ്നി നമ്മുടെ വയനാട്ടിന് ഒന്നായിരുന്നു ഉണ്ടായിരുന്നത്. മലപ്പുറം മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം കരളലിക്കുന്ന കാഴ്ചകൾ സഹിക്കാൻ പറ്റുന്ന വെച്ചാൽ ആദ്യത്തെ 2 ദിവസം തലയിറങ്ങി മാറി നിൽക്കുമായിരുന്നു. വെച്ചാൽ ചെറിയ മക്കളുടെയൊക്കെ ബോഡി കൊണ്ടുവരുമ്പം അമ്മമാർക്ക് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. തലയിറങ്ങി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവർ വരുന്നതും അവർ വെച്ചാൽ എന്താ പറയുക, അച്ഛനും അമ്മയെ രക്ഷപ്പെട്ടു, മക്കളും മാത്രം പോകുന്നൊരവസ്ഥ സഹിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഞങ്ങൾക്കും
കണ്ടു നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാമ്പുകളിലൊക്കെ പോയപ്പം കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8, 10, 13 വയസ്സുള്ള കുട്ടികളൊക്കെ കുറച്ച് നേരം ഫോണിൽ നോക്കും. ആ ഒരു മൈൻഡിൽ നിന്ന് പെട്ടെന്ന് മാറുക, ഷോക്ക് പോലെ ആവുക, എന്നിട്ട് വിറയ്ക്കുക, കാറി പൊളിക്കുക, കുറച്ച് നേരം ആ ഒരു ഇതിൽ നിൽക്കുക, പിന്നെയും വീണ്ടും ഫോണിൽ കളിക്കും. പക്ഷെ അവർ നോർമൽ മൈൻഡിൽ നിന്ന് മൊത്തമായിട്ട് അങ്ങ് മാറിപ്പോയി. ഇവിടെ 2-3 കുട്ടികളുണ്ടായിരുന്നു. ഒരു വൈഷ്ണവിൻ്റെ കൂട്ടുകാരനൊക്കെ വന്നിട്ട് ഞങ്ങൾ ആ പേടിച്ചു വരുന്നു. ആ കുട്ടീനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എത്ര പേര് പിടിച്ചാലും നിൽക്കുന്നില്ല, മഴയത്തേക്ക് ഇറങ്ങി ഓടുക, പിന്നെ അത് അകത്തേക്ക് കൊണ്ടുപോയി എന്താ കളിക്കുന്നതെന്ന് നമുക്ക് തന്നെ തിരിയുന്നില്ല. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം തന്നെയാണ് അതൊക്കെ. പിന്നെ സേവാഭാരതിൻ്റെ ദിവസവും 1000-ൽ മുകളിൽ പ്രവർത്തകരുണ്ടായിരുന്നു ഇവിടെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾ കുറേ പേര് ഇപ്പോഴും ഓഫീസിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കാണാം. അതേപോലെ ഒന്നിനൊരു കുറവും നമ്മൾക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം ക്യാമ്പിൽ നിന്ന് ഓരോരുത്തർ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയവർക്കൊന്നും ക്യാമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്നു വീടുകളിൽ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണോ അവർ പറയുന്നത് നമ്മളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നിനൊരു കുറവ് എത്തിച്ചു. പക്ഷേ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല അത് വരുന്നത്, കേരളത്തിൽ നിന്നുമല്ല, പുറത്തുനിന്ന് കർണാടക, തമിഴ്നാട്, ബംഗളൂരിൽ നിന്നുള്ള വോളണ്ടിയർമാരെ കണ്ടു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം ഉണ്ടായിരുന്നു ഇവിടെ. ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ വന്നിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും വിളികൾ നിൽക്കുന്നേ ഇല്ല. എന്താ വേണ്ടേ, ഞങ്ങൾ കുട്ടികളെ ദത്തെടുക്കാം, ആ കുട്ടികളുടെയൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ അവരെ ദത്തെടുക്കാം, അങ്ങനെ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സേവാഭാരതിനെ അത്ര വിശ്വസിക്കുന്നുണ്ട് ജനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാവാൻ നല്ല വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ രാത്രിയായാലും ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വനിതകളെ ഒരു പേടിയില്ലാണ്ട് നമ്മൾ എല്ലാവരെയും വിടുന്നുണ്ട്. അത്ര വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ചെന്നാലും അറിയാം, പ്രായം കുറഞ്ഞവരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, അങ്ങനെ എല്ലാവരെയും വിടുന്നുണ്ട്. വനിതകൾ ഫുൾ ടൈമും ഇവിടെ ഉണ്ട്. സേവാഭാരതി പ്രവർത്തകർ എപ്പോഴും ഉണ്ട് ഇവിടെ. വനിത കൂടി ഉണ്ട്, എന്താ പറയാനുള്ളത്? നല്ല ഇതിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. സേവാഭാരതി ഇതിൽ ഞങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഒപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ദയനീയമായിരുന്നു. എല്ലാവരും ഏറ്റുന്ന കുട്ടികളതും പ്രായമായവരും ഒക്കെ 4 ശവം കിട്ടി, ഒരാളെ മാത്രം അതിനെ കെട്ടിപ്പിടിച്ച് കരയുക, ഇതെല്ലാം ഒരു ഭയങ്കര മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു. പുഞ്ചിരി വട്ടം, അതുപോലെ മുണ്ടക്കായി, ചൂരൽമല മേഖലകളിലൊക്കെ അതായത് തെരച്ചിൽ ഇന്നിപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 7ാം ദിവസമാണ് തെരച്ചിൽ. ഈ ദുരന്തം സംഭവിച്ചിട്ട് ഒരാഴ്ച പൂർത്തിയാവുന്നു അല്ലേ? ഈ ദുരന്ത ഭൂമിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങളല്ലേ? നിങ്ങൾ കണ്ട കാഴ്ചകൾ എന്താ പറയാനുള്ളത്? അല്ല, നമ്മളവിടെ കണ്ട കാഴ്ചേനേക്കാൾ അപ്പുറത്ത് നമുക്ക് വളരെ വേദന ഉണ്ടായൊരു കാര്യം, ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 7:30 മണി മുതൽ ഒരു 10, 12, 13ഓളം പേര് എല്ലാ സംവിധാനങ്ങളും, ജനറേറ്റർ, ക്യാമ്പ് അടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, വാഹനം, ഡ്രില്ലിംഗ് മെഷീൻ, കട്ടർ, ഇങ്ങനെ തുടങ്ങി സകല സംവിധാനം ഒരുക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ചുരത്തിലെത്തുമ്പോൾ നമ്മളെ തടയുക ചെയ്യുന്നു. അധികൃതരെ തടഞ്ഞു നിർത്തിയിട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇവിടെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡെഡ് ബോഡി വീണ്ടെടുക്കുക എന്നുള്ളതല്ല, ഒരാളെയെങ്കിലും ജീവനോടുകൂടി അവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കാരുണ്ടായിട്ട് ഇപ്പോൾ ഒരു 5 മണി മുതൽ, അന്ന് രാവിലെ 5 മണി മുതൽ ഒരു 7 മണി വരെ മിനിമം ഒരു 100 കോളുകളെങ്കിലും എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ കൂടെ പിറന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ടീമായിട്ട് വരുന്നത്. അപ്പോൾ ആ ടീമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുക മാത്രം ചെയ്താൽ മതി വരും. നമുക്ക് വേറെ സഹായങ്ങളൊന്നും വേണ്ട. നമ്മളാരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ കൂടെയുള്ള ഒരാളെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗവൺമെൻറ് സംവിധാനമാണ് നമ്മളെ തടഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ നമ്മളവിടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും അവർ പറയുന്നത് അവിടെ പോകണ്ട, അവിടെ പോകണ്ട, അവിടെ പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഏതെങ്കിലും തടയുന്നു. മാത്രമല്ല അങ്ങോട്ടേക്കുള്ള ഭക്ഷണം, അത് ആ ഭക്ഷണ സാധനങ്ങൾ ആ വണ്ടി പോലും തടയുന്നു അല്ലേ? തടയുന്നുണ്ട്. അല്ലെ ഇന്നലെയൊക്കെ ഉണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകണ്ട, എന്തോ ഒരു പൊതിഞ്ഞു വെക്കുന്നത് മാതിരിയാണ്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കുറേ കല്ലൊക്കെ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയും നിങ്ങൾ ഇവിടെ അങ്ങ് തെരഞ്ഞോ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ പോലും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ, വീട്ടുകാർ നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണ് 4 പേരെ കാണാണ്ട്, 3 പേരെ കാണാണ്ട്, നിങ്ങളൊന്ന് സഹായിക്കുക, നിങ്ങളൊന്ന് വന്ന് തരയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്കിപ്പോൾ അവരുടെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇപ്പോൾ വയനാടിൻ്റെ ഒരു സാഹചര്യം ഇനിയിപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇനി അങ്ങോട്ടെങ്കിലും ആ നല്ല രീതിയിൽ ഒത്തിണക്കത്തോടു കൂടി ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് മുന്നോട്ട് പോകണം. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ
പ്രതീക്ഷ. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് പറയാനുള്ളത് ഗവൺമെൻറ് അതോറിറ്റി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്തരം രക്ഷാപ്രവർത്തകർ പോകുന്ന സമയത്ത് ദയവ് ചെയ്ത്, അപ്പോൾ അവർക്ക് കണ്ടാലറിയാം, പോകുന്ന ആൾക്കാരെ കണ്ടാലറിയാം, സെൽഫി എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഇതിന് പോകും. ഞങ്ങൾ ഇന്നലെ ഞാൻ കണ്ടത് ഒരുപാട് പേർ ഈ സ്ഥലം കാണാൻ വേണ്ടി, അതായത് ഡിസാസ്റ്റർ ടൂറിസം, കേരളത്തിൽ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള രീതിയിൽ കുറേ പേര് കാഴ്ചക്കാരായി എത്തുന്നു. അവരെ മുഴുവൻ കടത്തി വിടുകയാണ്. ഏറ്റവും ദയനീയമായ കാഴ്ച അവർക്ക് പോകാൻ യഥേഷ്ടം. ഞങ്ങളെ അടക്കം തടഞ്ഞ പോലീസ് ഈ മേഖല കാണാൻ വേണ്ടി, തകർന്നു കിടക്കുന്നത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് അവധി ദിവസമായതുകൊണ്ട് നിരവധി ആളുകൾ ആ മേഖലയിലേക്ക് വന്നു. പോലീസ് അവരെ എല്ലാം കടത്തിവിട്ടു. ഇനി ഡിസാസ്റ്റർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണോ സർക്കാർ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിങ്ങനെ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ തടസ്സമുള്ളൂ. അല്ലെങ്കിൽ പോലീസിനാണെങ്കിൽ ആർക്കാണെങ്കിൽ കണ്ടറിയാം. അത്രയും വലിയ ജനറേറ്റർ സംവിധാനം അടക്കം, അതായത് ടെൻറ്റ് കെട്ടാനുള്ള സംവിധാനം അടക്കമാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്കറിയാം കറണ്ട് ഇല്ലാത്ത സ്ഥലമാണ്, താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല, വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടാവില്ല, ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ അതൊക്കെ കണ്ടിട്ട് പോലും നമ്മളോട് പറയുകയാണ് അവിടെ എല്ലാ സംവിധാനവും ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് പറഞ്ഞിട്ട് പിടിച്ചാക്കിയാണ്. പിന്നെ തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ വഴിക്ക്, അങ്ങനെ പല വഴിക്കും കട്ട് ചെയ്ത് വന്നാലും ചുരത്തിൽ നമ്മൾ പറഞ്ഞത് ചേർത്ത് പിടിക്കേണ്ട, സേവാഭാരതി പോലുള്ള സംഘടനകൾ ചേർത്ത് പിടിക്കേണ്ട, നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മതി, തടയാതിരുന്നാൽ മതി. ഇപ്പം അത് മാറി മതി. നമുക്ക് നമ്മളെ സംബന്ധിച്ച വേറെ പരിഗണന ഒന്നും ആവശ്യമില്ല. നമ്മൾ അവരോടൊന്നും ചോദിച്ചിട്ടുമില്ല. നമുക്കിപ്പോൾ ഭക്ഷണത്തിൻ്റെ പരാതി, ഇന്നലെയൊക്കെ ഒരുപാട് ഭക്ഷണത്തിൻ്റെ പരാതിയാണ്. നമുക്ക് ഭക്ഷണം കിട്ടാത്ത പരാതിയില്ല, നമുക്ക് വെള്ളം കിട്ടാത്ത പരാതിയില്ല, വേറൊരു പരാതിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ എത്താനുള്ളൊരു സംവിധാനം, അത് വഴി ഒരുക്കി തന്നാൽ മാത്രം മതി, ഞങ്ങൾ പൊക്കോളും. നമുക്ക് അവർ വേറെ ഒന്നും വേണ്ട. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്നതിലാണ് നമുക്ക് വിഷമം. നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തതിൻ്റെ ഉള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും സ്റ്റാൻലി അഗസ്റ്റിലേക്ക് പോവുകയാണ്. സ്റ്റാൻലി അഗസ്റ്റിൻ, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അതായത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ, അവരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്, 150 ഏക്കർ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കും എന്ന്. മുട്ടിമരമുറി കേസിനെ കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. അതായത് അനധികൃതമായി വനം കയ്യേറുക, മരങ്ങൾ മുറിക്കുക, പണം സമ്പാദിക്കുക, എന്നിട്ട് ദുരന്തങ്ങൾ, ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുക. ദുരന്തം വന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ ടൗൺഷിപ്പ്, അവിടെ ദേവാലയങ്ങൾ, സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ഇത്തരം കപടമായിട്ട് ഇങ്ങനെ ഇടപെടുന്ന കുറേ പേരുമില്ലേ അല്ലേ? അവരെയും തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്. മാത്രമല്ല, ഇന്ന് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ, അതിൻ്റെ മുതലാളിമാർ ഏറ്റവും വലിയ വനം കൊള്ളക്കാരാണ്. അവരാണ് ഇവിടെ അവരുടെ പ്രവർത്തകരെ അയച്ച് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അവരാണ് വിലപിക്കുന്നത്. അതും ഈ പൊതുസമൂഹം അറിയേണ്ടതല്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ദുരന്തം മാൻമെയ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മുതലെടുപ്പ് നടത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വിശുദ്ധ പക്ഷികളാവുന്നുണ്ട്. കാരണം നമുക്ക് ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഇവിടെ 1000 ഏക്കർ നമ്മുടെ ഒരു സ്വർണ്ണക്കട നടത്തുന്ന ആൾ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും അത് പ്ലാന്റേഷൻ എന്ന രൂപത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചിരിക്കുന്നത്, പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള എക്കോ സെൻസിറ്റീവ് സ്ഥലങ്ങൾ വിൽക്കാൻ പാടില്ല, മുറിച്ച് വിൽക്കാൻ പാടില്ല, തുണ്ടുവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെ എങ്ങനെയാണ് 1000 ഏക്കർ ഭൂമി കൊടുക്കേണ്ടി വന്നത്? ഈ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ 200 ഏക്കർ വാങ്ങിയിട്ടുമായിരുന്നോ നമ്മുടെ സർക്കാരിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇങ്ങനെ ചെറിയ 1000 ഏക്കർ വാങ്ങിച്ചു അതിൽ നിന്ന് 200 കൊടുക്കും. ഇങ്ങനെയുള്ള ഔദാര്യങ്ങൾ പറ്റേണ്ടതല്ലല്ലോ സർക്കാർ. അതേപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുത്തെ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറയുന്നത്, ഒരു ഡാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഒഴിപ്പിച്ചിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതല്ല. ഒരു ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നത് പോലെ അല്ല ഈ പുനരധിവാസം എന്ന് പറയുന്നത്. ഒരിക്കലും അവർക്ക് ഇനി പഴയ അവസ്ഥയിൽ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ മുതൽ ഇനി ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, ഇപ്പം നിലവിൽ അവരനുഭവിച്ച അവസ്ഥ എന്ന് പറയുന്നത്, ഉറ്റവരെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു, അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു, അവരുടെ സ്വന്തവും ബന്ധവും എന്ന് പറയാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. ആ വേദന എന്ന് പറയുന്നത് ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടോ പിന്നെ വലിയ മണിസൗധം ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടൊന്നും അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ, ഇനി ഇതിങ്ങനെ അടുത്തൊരു ദുരന്തം ഉണ്ടാവും. നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും പല ദുരന്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച്, ഇതിപ്പോൾ പുത്തുമല ദുരന്തത്തിൽ പെട്ട ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. ഓഖി ദുരന്തത്തിൽ വന്നത്, സുനാമി വന്നതിലുള്ള സമയത്തൊക്കെ ഉള്ള ആളുകൾ ഇന്നും വളരെ ദയനീയമായിട്ട് പല സ്ഥലത്തുനിന്നും അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ ആ അവസ്ഥകളെല്ലാം ഇന്ന് നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ പുത്തുമല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള പുത്തുമലയിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം.
ഇനി ഇപ്പോൾ അന്നത്തെ പോലെ ചെറിയൊരു സംഖ്യയല്ല, ഇത് 1000-ന് അധികം ആളുകൾ നേരിട്ട് അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്, നിരവധി വീടുകൾ പോയിട്ടുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഒരു തൊഴുത്തിൽ കൊണ്ടേ കെട്ടുന്ന, കന്നുകാലിയെ വാങ്ങിച്ച് ഒരു തൊഴുത്തിൽ കൊണ്ടേ കെട്ടുന്ന പോലെ നമുക്ക് കെട്ടാൻ പറ്റില്ല. അവരുടെ വേദനയുണ്ട്, അവരെങ്ങനെ ഈ ഓർമ്മകളിൽ നിന്ന് മുക്തരാകും? കൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന ഇറക്കിയ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ കൂടി പറയുന്നത്. ഇപ്പം പെട്ടെന്ന് അങ്ങ് ടൗൺഷിപ്പ് നിർമ്മിച്ച് കളയുന്നുള്ളതാണ്. അങ്ങനെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അതിനകത്ത് കൊണ്ട് അടച്ചിടേണ്ട. അത് മാത്രമല്ല, ഈ പുനരധിവാസം വയനാടിന്റെ മണ്ണിൽ സാധ്യമാണോ? വയനാടിന്റെ ഇക്കോ സെൻസിറ്റീവ് വയനാട്ടിൽ പുനരധിവസിപ്പിക്കാൻ പറ്റും. വെറുതെ പുറംപൂച്ച് പറയുന്നതാണ്. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാനും കഴിയില്ല. അത് ഇതിനകത്ത് മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന പഠനങ്ങൾ നടത്തിയുള്ള ഡോക്ടർമാരുണ്ട്. അല്ലാതെ ഇതിന്റെയൊക്കെ അവസ്ഥ ഏത് അമ്മയ്ക്കാണ് അറിയില്ലാത്ത? ഇത്രയും ദുരന്തമുഖത്തുള്ള ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ട് എങ്ങനെ അച്ഛനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സ്കൂൾ നഷ്ടപ്പെട്ട ഒരു വലിയ ആളുകളുടെയോ രാഷ്ട്രീയമോ മതമോ കുത്തി നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സല്ല കൊച്ചു കുട്ടികളുടെ. അവരെങ്ങനെ ഇതിനകത്ത് ഓവർകം ചെയ്യും? സ്കൂൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ തമിഴിലൊരു പാട്ടുണ്ട്, കൂവ ചൊല്ലത് കുയിലിനെ പിടിച്ച് കൂട്ടിലടയ്ക്കുക എന്ന് പറയുന്നത്. അത് നടക്കുന്ന കാര്യമാണോ? എന്താ ഒരു വളരെ ഒരു എന്താ പറയുക, ഒരു അർത്ഥശൂന്യമായ കുറേ പ്രസ്താവനകൾ ഇറക്കിയതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ട് നേരിടാൻ വേണ്ടി അതിന് ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ എങ്ങനെ ജീവിക്കും? ഇതെല്ലാം കഴിഞ്ഞു, ബഹളങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പോകും. ഇവരെങ്ങനെ ജീവിക്കും? അവരെങ്ങനെ ആ ദുരന്തമുഖത്ത് പോയി ആ നാട്ടിലേക്ക് എങ്ങനെ പോകും? അവർക്ക് പോകാൻ കഴിയില്ല. അത് ഈ ഓർമ്മകളിൽ എങ്ങനെ അവർ ജീവിക്കും? അവർക്ക് ഒരു ജീവിതം വേണ്ടേ? അവരെങ്ങനെ വരുമാനം കണ്ടെത്തും? അവരുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഒരു ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയോ കാലങ്ങൾ, പതിറ്റാണ്ടുകൾ പണിയെടുത്തിട്ടാണ് അവരൊരു ചെറിയ വീടുണ്ടാക്കിയത്, അവരൊരു കൃഷിഭൂമി ഉണ്ടാക്കിയത്, അവരുടെ മക്കളെ പഠിപ്പിച്ചത്, കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ഇതെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അവരെ ഒരു ടൗൺഷിപ്പിനകത്ത് കൊണ്ടുപോയി ഈ ഓർമ്മകളിൽ എങ്ങനെ അവർ ജീവിക്കും? പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരെല്ലാം വിളിച്ചു വരുത്തി അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എങ്ങനെ ഇനി ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് സമഗ്രമായി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ദുരന്തങ്ങൾ ഇല്ലാത്ത നിരവധി വീടുകളുണ്ട്, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ദുരന്തം വരുമ്പോൾ വിൽക്കാൻ വേണ്ടി ആരും വീട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ വീടുകളുണ്ട്, അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ ചെറിയ വീടുകൾ ഉണ്ടാക്കി അത് മനോഹരമായിട്ട് വലിയ എന്താ പറയുക, അവർക്ക് സ്വസ്ഥമായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്യാൻ പറ്റും. സർക്കാർ എപ്പോഴും പറയുന്നത്, കഴിഞ്ഞ 2 പ്രളയങ്ങൾ കഴിഞ്ഞപ്പോഴും പറയുന്നത്, ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെയുള്ള നിർമ്മാണം നടത്തിയായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഈ വെള്ളാർമല സ്കൂൾ പോലും ആ പുഴയുടെ തീരത്താണ്, വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ആ സ്കൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ആരോ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൃത്യമായി പറഞ്ഞു, അത് പൈലിംഗ് നടത്തിയിട്ട് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായി പൈലിംഗ് നടത്തി ഉണ്ടാക്കിയത് കൊണ്ടാണ് അത്രയും വലിയ ദുരന്തം വന്നിട്ടും അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇനി നമ്മൾ വീടുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിരവധി റിസോർട്ടുകൾ, കോറികൾ, വലിയ മണ്ണെടുക്കലുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാ സംഗതികളും വേണം, വീടുകൾ വേണം, കൃഷിസ്ഥലങ്ങൾ വേണം, സ്കൂളുകൾ വേണം, ആരാധനാലയങ്ങൾ എല്ലാം വേണം. പക്ഷെ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. ഇങ്ങനെ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ നാടിനോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത കുറേ അധികം ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവരാണ് ഇതിനകത്ത് മുഖ്യ പ്രതികൾ. ഇതിനകത്ത് സാധാരണക്കാർ ആടിനെ വിറ്റതോ അല്ലെ കുടുക്ക പൊട്ടിച്ചതോ ഒന്നും അല്ല കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് ഒന്നാം പ്രതികളായി നിൽക്കുന്ന ആളുകൾ അനധികൃതമായിട്ട് സമ്പാദിച്ചത് മുഴുവനും തിരിച്ചു പിടിക്കണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനി അടുത്ത തലമുറയും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് നിസാര കാര്യമല്ല. ഇനി പെട്ടെന്ന് മേഘസ്ഫോടനം പോലെ ഉത്തരാഖണ്ഡിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇനി സഹ്യാദ്രിയിൽ ഉണ്ടാവും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ഒരു ടൗൺഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 10 ലക്ഷം രൂപ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയത് കൊണ്ടൊന്നും അത് അതിജീവിക്കാൻ പറ്റില്ല. അതിന് നമ്മളെ പൊതുസമൂഹത്തെ സജ്ജമാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി ഷിരൂര് തുടങ്ങിയ ദുരന്തം മുതൽ ഇങ്ങോട്ട് മാധ്യമങ്ങളിൽ മുഴുവനും ഈ ദുരന്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് രാവും പകലും മുഴുവനും മൊബൈലിരുന്ന് കാണുന്ന കുട്ടികളുടെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിച്ചിട്ടുണ്ടോ? പറയും. ദുരന്തങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ഇപ്പോൾ. അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതല്ല ഈ ദുരന്തങ്ങൾ. അവിടെ ദുരന്തങ്ങൾ നടന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം, അവിടെ അർഹമായ ആളുകൾക്ക് സേവനങ്ങൾ നൽകണം, കൃത്യമായ പുനരധിവാസം നടക്കണം. അല്ലാതെ ഇത് ആഘോഷിക്കുകയല്ല വേണ്ടേ. സെലിബ്രിറ്റികൾ വന്ന് അവരിവിടെ ആഘോഷിക്കുകയല്ല വേണ്ടേ. ഈ സെലിബ്രിറ്റികൾ വരുമ്പം ഇവരെന്താ ചെയ്യുന്നത് എല്ലാവരും നോക്കിയിരിക്കുക. ഇതിന്റെ കൂടെ തന്നെ അവിടെ നടന്ന ദുരന്തങ്ങൾ, ഞാൻ ഈ ദുരന്തമുഖത്ത് രാവിലെ പോയി കണ്ട ഒരാളെ, എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ TV-യിലോ മാധ്യമങ്ങളിലോ കാണുന്നതിനേക്കാളും ഒക്കെ വലുതാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഇത്രയും ദൈന്യമായ ഒരു അവസ്ഥയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തത് അങ്ങേയറ്റം
എന്താ പറയുക അപരിഷ്കൃതമാണെന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അത് ഇനിയും ആവർത്തിക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അത് മാർക്കറ്റേ അല്ല വേണ്ടത്, അതിന് ക്രിയാത്മകമായ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ കൃത്യമായി ഇടപെടാൻ സഹജീവി സ്നേഹമുള്ളവരാണ് മലയാളികൾ. അവരത് കൃത്യമായി ചെയ്യും. അതിനൊന്നും ഒരാൾ അവിടെ മൈക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ അവരുടെ ഈ സങ്കടങ്ങൾ നാട്ടിൽ പറയണ്ട. നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കാണുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സ് മരവിക്കുകയാണ്. ഇവരെങ്ങനെ സ്കൂളിൽ പോകും, എങ്ങനെ പഠിക്കും? ഞാനിത് നേരിട്ട് കണ്ടതാണ്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ മുറിവ് അവരിൽ നേരത്തെ ഈ മേഡം പറഞ്ഞതുപോലെ ഈ അവസ്ഥ നേരിട്ട് കണ്ട, രാത്രി ഞെട്ടി ഉണർന്നത് ഇല്ല രാവിലെ നേരം വിളിക്കുമ്പോൾ കണ്ട ഈ അവസ്ഥ കണ്ട കുട്ടികൾ ഇനി എങ്ങനെ ഇവിടെ അതിജീവിക്കും? എങ്ങനെ അവർ ജീവിക്കും? അവരെങ്ങനെ ഒരു പഠിച്ചൊരു നിലയിൽ എത്താൻ പറ്റും? ഇത് എത്ര കാലം കഴിഞ്ഞാൽ അവർക്ക് അതിജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം ദൂരീകരിച്ചേ പറ്റൂ. അതിന് കൃത്യമായ നടപടികൾ ഇവിടെ എടുക്കണം. അതിന് കൃത്യമായ ആളുകളോട്, അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി, മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് നടപ്പിൽ വരുത്തുക എന്നാണ് എനിക്ക് പൊതുസമൂഹത്തോടും ഈ രാജ്യത്തോട് പറയാനുള്ളത്. എനിക്ക് വേറെ ആരോടും പറയാനില്ല. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകൾ, അല്ലാതെ ഒരു ദുരന്തം വരുമ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പിന്നെ അതെല്ലാം മറക്കുന്നു, വിസ്മരിക്കുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. വീണ്ടും ഈ ദുരന്ത മുഖത്ത് പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ പൊതുവിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഭാവി ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ വലിയൊരു ശൂന്യതയാണ്, അല്ലേ? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന പലപ്പോഴും അവർക്ക് അറിയുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, അതായത് ഒരു ടാപ്പ് തുറക്കുമ്പോൾ പോലും അന്നത്തെ ആ ഓർമ്മയാണ് വരുന്നത്, ഉരുൾപൊട്ടി വന്ന ആ ഓർമ്മയാണ് വരുന്നത്. ആ രീതിയിൽ അവർ മാനസികമായി തകർന്നിരിക്കുകയാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. എങ്ങനെ അവരെ കൈപിടിച്ച് കയറ്റാനാകും? ഞാൻ നേരത്തെ സാറ് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ പറയാം. വയനാട് എന്നും ഒരു പ്രതീക്ഷകളുടെ ഒരു പ്രദേശമായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെയൊരു വലിയ ദുരന്തം വയനാടിനുണ്ടായ സമയത്ത് പോലും വയനാട് മെഡിക്കൽ കോളേജ് ഇന്ന് അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. സർക്കാർ ഒരു വലിയ സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ആ വയനാട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എന്ത്? ഇത്തരത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുന്ന സമയത്ത് പഠിക്കാനാവശ്യമായി നല്ലൊരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കോളേജ് പോലില്ല. ബത്തേരി ഗവൺമെൻറ് കോളേജുകൾ, ഇതെല്ലാം വാഗ്ദാനങ്ങളിൽ. അപ്പോൾ വയനാടുകാർക്ക് എന്നും ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാരുകൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ടൗൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എത്രത്തോളം എല്ലാം യാഥാർത്ഥ്യമാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇതൊക്കെ ഒരു വലിയ ചോദ്യം. ഹോട്ട്സ്പോട്ട് പോലെയുള്ള വയനാട്ടിലെ ഈ മേഖലയിൽ ഇതൊക്കെ എങ്ങനെ? ഇപ്പോൾ നമ്മൾ പല അമ്മമാരോടും കുട്ടികളോടും വിദ്യാർത്ഥികളോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയൊരു സമയം ഉണ്ടെങ്കിൽ ഈ ദുരന്തം ഉണ്ടായ ഭൂമിയിലേക്ക് അവർ പോകാൻ തയ്യാറല്ല. ആ പ്രദേശം അവർക്ക് കാണണ്ട, അവർക്ക് അങ്ങോട്ട് പോവണ്ട. അവർക്ക് നഷ്ടപ്പെട്ടത് എന്തോ പോയത് പോയി. പക്ഷെ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ചോദ്യം, അത് അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഏതൊരാവശ്യത്തിനും നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു ഉത്തരം നൽകി അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. സർക്കാരല്ല ഇതിലെല്ലാം വളരെയധികം ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ വലിയൊരു ഉത്തരവാദിത്വം, ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം പല സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന MP ആണെങ്കിൽ പോലും വയനാട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഇവിടെ വന്ന് കണ്ട് ഇവിടെ വന്ന് ചായയും വടയും കഴിച്ചു പോകുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ഗുണം? അതുകൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളെ അല്ലെങ്കിൽ കോഴിക്കോടിനെ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വയനാടിനുള്ളത്. വളരെ ദയനീയം എന്ന് വേണം പറയാൻ. ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാ കാലവും പ്രതീക്ഷകൾ നൽകി പറ്റിക്കുന്ന സർക്കാരിനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാ കാലവും പ്രതീക്ഷകൾ നൽകുന്ന ജനപ്രതിനിധികളെയാണ് അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം അവർക്ക് ഒരുപക്ഷെ വിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒന്നും അറിയാത്ത 3ാം ക്ലാസ് പഠിക്കുന്ന അവന്തിക എന്ന് പറയുന്ന വിദ്യാർത്ഥി, എല്ലാം നഷ്ടപ്പെട്ടത് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മറ്റു പല വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് വലിയ തരത്തിലുള്ള ആത്മസംഘർഷമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു ഇവർക്ക് മാറ്റമാണ് വേണ്ടത്, പുനരധിവാസമാണ് വേണ്ടത്. ഈ ടൗൺഷിപ്പ് പോലെയൊക്കെ ഏത് കാലം യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ് എന്ന് ചോദിക്കുന്ന സമയത്തൊന്നും ആർക്കും ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഇവരെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയങ്ങൾ എത്രയും
എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങൾ മാറ്റി ഇവരുടെ സഹപാഠികളോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ ഒരു പഴയ പടിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കൊക്കെ സർക്കാർ സംവിധാനം മാറണം. എല്ലാ കാലവും ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്ത് പറ്റിക്കുന്ന തരത്തിൽ ഈ ജനതയെ മാറ്റാനാണ് ഇനിയും ഈ സർക്കാരിൻ്റെയൊക്കെ ഭാവമെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നമുക്ക് ഇനിയും നേരിടേണ്ടി വരും. ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നോക്കൂ, ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇനിയെങ്കിലും ഈ ഒരു വരുന്ന തലമുറകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വയനാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്കുണ്ട്. അവരിലേക്ക് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അവബോധം പകർന്നു നൽകേണ്ടതായിട്ടുണ്ട്. അവരുടെ പാഠ്യപദ്ധതികളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥി ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ വിനോദസഞ്ചാരം നടത്തുന്ന ജനപ്രതിനിധികൾക്കൊന്നും അത് കൊടുക്കുവാൻ സാധിക്കില്ല. ഈ ദുരന്തത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ കണ്ടിട്ടുള്ള നമുക്കാണ് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു സമൂഹം തയ്യാറായിട്ട് വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അതിനെക്കുറിച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല. വയനാട് എല്ലാ കാലവും പ്രതീക്ഷകളുടെ ഒരു കോട്ടയായിട്ട് മാറുന്നതിൽ നിന്നും മാറി ഇവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളും തയ്യാറാവണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയിട്ടും വിദ്യാർത്ഥി പരിഷത്ത് മുന്നിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാ കാലവും അവരുടെ തോളോട് ചേർന്ന് നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരുണ്ടാവുമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ യുവതയുടെ പ്രതിനിധിയുടെ ശബ്ദം ആണ് ഇത്. അത് തന്നെ പ്രതീക്ഷ നൽകുന്നു. അതായത് സാധാരണ പറയാറുള്ളത് ഈ ഭാവി തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ആശങ്കയുമില്ല, ഉത്കണ്ഠയുമില്ല എന്നാണ്. പക്ഷേ താങ്കളെപ്പോലുള്ളവർ ഇതിൻ്റെ മുൻനിരയിൽ തന്നെ വരണം. ഇവരെ പുതിയ തലമുറയെ അവരെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്താ പറയാനുള്ളത്? പ്ലീസ് വരൂ. ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നോ? ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ സേവാഭാരതി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ദുരന്തമുഖത്ത് നിന്നിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ ചില ഇടപെടലുകളാണ് ഞങ്ങൾക്ക് സേവാഭാരതിക്ക് വേണ്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ തടസ്സപ്പെടുത്തലുകളുണ്ടായി, എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. തടസ്സപ്പെടുത്തൽ പല രീതിയിലും പോലും അങ്ങോട്ട് കടത്തിവിട്ടില്ല. അതെ. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ രീതിയിലും അവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ ഇന്ത്യൻ ആർമി വരെ അവരെ കൂടിയായിരുന്നു. ഞങ്ങൾ 2 ദിവസം അവരെ കൂടിയായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. മുണ്ടക്കൈ ജുമാ മസ്ജിദിലായിരുന്നു. അവിടെ പൊളിഞ്ഞൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ 2 ദിവസം ഉണ്ടായത്. അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ചളി ആയിട്ടോളം ഞങ്ങൾ മുട്ടൻകാലിനേക്കാൾ മുകളിലേക്ക് ചളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ആ ജുമാ മസ്ജിദ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ സേവാഭാരതി പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി. മിലിറ്ററി ഓഫീസർമാർ വന്ന് നോക്കി അതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതേപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ ഈ മീഡിയയിൽ കാണുന്ന മാതിരിയല്ല അവിടെ പോയുള്ള അവസ്ഥ. വളരെ ഭയാനകമായൊരു അവസ്ഥയാണ്. എല്ലാ കാര്യത്തിലും ഇനി അങ്ങോട്ട് സേവാഭാരതി ഈ സംഘടന നിർദ്ദേശിക്കുന്ന സമയം വരെ ഞങ്ങളെല്ലാ പ്രവർത്തകരും ഈ കാണുന്ന പ്രവർത്തകർ മുഴുവൻ ദുരന്തമുഖത്ത് യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ടായി അല്ലേ? അവിടെ മതമില്ല, ജാതിയില്ല അല്ലേ, പിന്നെ രാഷ്ട്രീയമില്ല, കൊടിയുടെ നിറം നോക്കുന്നില്ല അല്ലേ, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അതങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് 2 ദിവസം മുന്നേ ഒരു മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ നമ്മളെ ഇന്ത്യൻ ആർമി പോകാൻ കഴിയാത്ത ഭാഗത്തേക്ക് DYFI പ്രവർത്തകർ പോയി എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ഒരു വിഷയം വരുന്നുണ്ട്. നമ്മൾ ഈ TV യിൽ കാണുന്നതേ ഉള്ളൂ. അവിടെ പ്രവർത്തിച്ചവർക്ക് അറിയാം എന്താണ് അവിടെ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ സേന എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സേവാഭാരതി പ്രവർത്തകരല്ല, കാണുന്ന നമ്മുടെ ഈ പരിപാടി കാണുന്ന മുഴുവൻ പ്രവർത്തകർക്കും ആളുകൾക്കും. അതായത് ദുരന്തങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുതലെടുക്കണം. അതിന് നമ്മുടെ മറ്റുള്ള മീഡിയ വെറുതെ വളം വെച്ച് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മറ്റു കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങളൊരു സംഘടന നിർദ്ദേശിക്കുന്ന സമയം വരെ സേവാഭാരതി പ്രവർത്തകർ ഒരാളും പോവാതെ ഈ കാണുന്ന ഒരാളും പോവാതെ ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, ഇത് ജനം TV-യുടെ 6 റിപ്പോർട്ടർമാരാണ്, ഞാൻ ഉൾപ്പെടെ 6 പേരാണ് ഈ ദുരന്ത ബാധിത മേഖലകളിലൊക്കെ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് പലരും ഇവിടെയുണ്ട്. അർജുൻ വരൂ. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ കൂടി, കാരണം രാവിലെ എഴുന്നേറ്റ് പോകുന്നു, 4 മണിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവിടെ
രാത്രി 12 മണിക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മുടെ ചുറുചുറുക്കുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുമുണ്ട്. അവരുടെ അനുഭവങ്ങൾ കൂടി എന്നറിയണം. അർജുൻ, എന്താണ് പറയാനുള്ളത് അർജുനെ? തീർച്ചയായിട്ടും ഇത് ഈ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞ് വിവരിക്കാൻ കഴിയില്ല. അത് ആ ഒരു പ്രദേശത്ത് തന്നെ എത്തണം. നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ ആ ഒരു അനുഭവം നമുക്ക് കാര്യമായി പറയാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ശരീരഭാഗങ്ങളാണ്. ചില കയ്യിൽ നിന്ന് കൈകൾ കിട്ടുന്നു, ചില കയ്യിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് കാലുകൾ കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിലേക്ക് എത്തുമ്പോഴാണ്. ദുരന്തമുഖത്തുള്ള സങ്കടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ അല്ലേ, തീർച്ചയായും ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ആദ്യം അവർക്കുണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം, ഞാൻ ഈ പ്രദേശവാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രദേശങ്ങൾ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. അത്തരത്തിൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നതടക്കം അതൊന്നും എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളടക്കം ഈ വയനാട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ കൃത്യമായ ഒരു മാനദണ്ഡം ഇതിനൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പശ്ചിമഘട്ട മലനിരകളാൽ സമ്പുഷ്ടമായ അല്ലെങ്കിൽ അത്രയും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നമ്മുടേത്. അതുപോലെ ജീവിക്കാൻ വലിയ സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ ആശ്വാസം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു. അത് ഭൂമിയുടെ സ്വാഭാവികത മുഴുവനായി നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു, മരങ്ങൾ മുറിക്കുന്നു, ആ പ്രദേശങ്ങൾ നിരത്തുന്നു, കുന്നുകളെല്ലാം വെട്ടി നിരത്തി അവിടെ കൂടുതൽ ബിൽഡിങ്ങുകൾ വെക്കുമ്പോൾ മരത്തിൻ്റെ വേരിലുള്ള ശക്തി, ആ മണ്ണ് പിടിച്ച് വെക്കുവാനുള്ള ശക്തി നഷ്ടപ്പെടുകയും പിന്നീട് ഈ ബിൽഡിംഗ് ആണ് അവിടെ വരുന്നത്. അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അതായത് ആ ഒലിച്ചുപോയ അമ്പലത്തിന് മുന്നിൽ ഒരു ആൽമരം ഉണ്ട് അല്ലേ? തീർച്ചയായും അതാണ് പ്രതീകം. അതാണ് ആൽമരം നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ പാറക്കെട്ടുകൾ വന്നിട്ടും ആ ആൽമരം ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അതുപോലുള്ള വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടത്തൊന്നും അല്ലേ, അവിടെ ഈ തേയില കൃഷി നടത്തുന്നു. പറഞ്ഞതുപോലെ പലരും പറയുന്നത് പോലെ ഇതൊരു ജലബോംബാണ് പൊട്ടിയത് അല്ലേ. കൂടുതൽ മഴ പെയ്യുന്നു അല്ലേ, അത് താങ്ങാനുള്ള ശക്തിയില്ല മണ്ണിന്. സ്വാഭാവികമായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നു, താഴെ വരെ ഉണ്ടാകുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മുകളിൽ തന്നെ ഒരു റിസോർട്ട്, ഒരു സ്വകാര്യ റിസോർട്ടാണ് അവിടെയുള്ളത്. ഈ ആളുകൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ആ റിസോർട്ടിനെയാണ് ആശ്രയിച്ചത്. പക്ഷേ ആ റിസോർട്ടിൻ്റെ പകുതി അവിടെ പോയിട്ടുണ്ട്, റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട്. ആ റിസോർട്ട് നിന്ന സ്ഥലം, അത്തരത്തിൽ ആ ഒരു സാഹചര്യം നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു പ്രദേശത്ത് ആ ഒരു റിസോർട്ട് എങ്ങനെയാണ് അനുവദിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം മലയുടെ മുകളിലാണ്, അത്രയും മുകളിലാണ്, സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേന്ദ്രം നേരത്തെ തന്നെ ഇതിനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാലാവസ്ഥാപരമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിസ്ഥിതി മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അനധികൃത കയ്യേറ്റം, അതുപോലെ കുടിയേറ്റം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. മാത്രമല്ല കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുന്നു. അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല പരമാവധി അവർക്ക് പണം കിട്ടുന്നത്, അത് പണം സമാഹരിക്കാൻ സാധിക്കുന്നത് ഇത്തരം മാഫിയകളിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ എന്ത് ആവശ്യപ്പെടുന്നുവോ, എന്തിനു വേണ്ടിയാണോ ശാഠ്യം പിടിക്കുന്നത് അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം പറയാൻ. ക്വാറികളുടെ പ്രവർത്തനമൊക്കെ ഒരിടയ്ക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നെയും ഈ ക്വാറി പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ നൽകി എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. അത്തരത്തിൽ വിവിധ സാഹചര്യങ്ങളിലാണ് വയനാട് അടക്കം പോകുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ പുത്തുമല ദുരന്തം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് പുത്തുമല ദുരന്തം. അതിനു മുമ്പ് തന്നെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇങ്ങനെ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾക്കുള്ളിൽ അപ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വാക്കുകൾ സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കുന്ന ഗാഡ്ഗിൽ പറഞ്ഞത് അത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ആ സോണലിനെ കൂടി ഒന്ന് വിളിക്കട്ടെ. സോണൽ വരൂ. സോണലും വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സോണൽ പെട്ടെന്ന് അനുഭവങ്ങൾ പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മനുഷ്യരെ കണ്ടു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും കഴിഞ്ഞ ദിവസം തമിഴ്നാട് കോയമ്പത്തൂരിൽ വന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കയ്യിൽ കിട്ടിയതും വാങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി അത് അവർ ക്യാമ്പുകളിൽ ഏൽപ്പിച്ചതിന് ശേഷം അവർ നേരെ വരുന്നത് ഈ ദുരന്തമുഖത്തേക്കാണ്. തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക,
തങ്ങളാൽ കഴിയുന്നത് അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും ആളുകൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട്, വിഷയം കണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തങ്ങളാൽ കഴിയുന്ന സേവനം അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരും മനുഷ്യത്വം മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന് നമ്മളെ സേവാഭാരതി പ്രവർത്തകരെ പോലെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ നിമിഷവും പറയാനുള്ളത്. ഓക്കെ, മനോജ് വരും, മനോജ് അരുണും കൂടെ വരും പ്ലീസ്. പെട്ടെന്ന് മനോജ് ഇന്ന് ഒരു ദൗത്യം, അത് പൂർണ്ണമായിട്ട് തണ്ടർ ബോൾട്ട് അതുപോലെ NDRF ഒക്കെ ഉൾപ്പെട്ട ഒരു ദൗത്യം, 15 പേരെ രക്ഷപ്പെടുത്തിയ ഒരു ദൗത്യം അതല്ലേ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചു, 18 പേരെ രക്ഷപ്പെടുത്തിയത്. ഒന്ന് പറയാമോ മനോജ്? തീർച്ചയായും ഇത്തരത്തിൽ അവിടെ അകപ്പെട്ടു പോകുന്ന രക്ഷാപ്രവർത്തകരുണ്ട്. കാരണം ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ കൊണ്ട് അവർ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി പോയിട്ടുള്ള ഒരു സംഘം, ആ സംഘം കഴിഞ്ഞ ദിവസമാണ് അവിടെ കുടുങ്ങിയത്. അപ്പോൾ ഈ വിവരം ഇവർക്ക് നൽകുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഇവരെവിടെയാണെന്നുള്ള പരിശോധന ഓരോ വിഭാഗവും നടത്തുന്നുണ്ടായിരുന്നു. NDRFൻ്റെയും അതുപോലെ തന്നെ തണ്ടർ ബോട്ടിൻ്റെയും മറ്റ് ഫയർഫോഴ്സിൻ്റെയും വനവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഈ പരിശോധന ആരംഭിക്കുന്നു. രാവിലെ മുതൽ നമുക്ക് ആ വിവരം ലഭിക്കുന്നു. പക്ഷേ ഇവരെവിടെയാണ്, ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു ഡ്രോൺ പരിശോധന നടത്തിയ സമയം ഇവരെവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങോട്ടേക്ക് ഓരോ സംഘവും പുറപ്പെട്ടു എന്നുള്ളതാണ്. പുറപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് വിവരം ലഭിച്ചു. ഇവരെവിടെ നിന്നാണോ കണ്ടുപിടിച്ചത് അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അവരോടൊപ്പം തന്നെ നമ്മൾ പോയി. അതിനുശേഷം ഇവരെ കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടത്. അവരോടൊപ്പം ആ ദുർഘടമായിട്ടുള്ള വഴികളിൽ നിന്ന് അവസാനം അവരെ കണ്ടെത്തി, അവരെ കൊണ്ടുവന്നു. അവരുടെ കയ്യിലൊരു ബോഡി പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ DNA മാത്രം കുറച്ച് എടുത്ത് അതിന് സാമ്പിൾ എടുത്ത ശേഷം അവർ മറ്റത് അവിടെ തന്നെ, ബാക്കിയുള്ളത് അവിടെ തന്നെ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നിരവധി രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട പരിശീലനം, അതോടൊപ്പം അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഇന്ന് ഈ ഓരോ വിഭാഗവും NDRFും തണ്ടർബോട്ടൊക്കെ ഇടപെട്ട് നടത്തിയത്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം, ആ കാഴ്ച നേരത്തെ സൂചിപ്പിച്ചു, ഒരു ആൽമരം മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ആ ആൽമരം ഇല്ലായിരുന്നെങ്കിൽ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ദുഷ്കരമാകുമായിരുന്നു. കാരണം ഒന്നിലും കയറ് കെട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ അങ്ങനെ ഓരോ ശേഷിപ്പുകൾ മാത്രം അവിടെ ഉണ്ട്. മറ്റ് കെട്ടിടങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് പോയതാണ്. അടയാളപ്പെടുത്തലാണ്, ആൽമരം ഒരു അടയാളപ്പെടുത്തലാണ് അല്ലേ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്, അത് മനുഷ്യനെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ ഈ റിസോർട്ടുകളും മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുമ്പോൾ നിയന്ത്രണം വേണം. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ ജനങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇനിയുള്ളത് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുക, അവരുടെ മുൻപോട്ടുള്ള ജീവിതം, അവർക്ക് പുതിയൊരു ജീവിതം നൽകുക എന്നുള്ളതാണ്. അത് എത്തരത്തിലാകണമെന്ന് ഇവർക്കൊരു ആശങ്ക നിലനിൽക്കുന്നത്. ഇന്ന് ഞാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയപ്പോൾ അവരൊക്കെ തന്നെ സംസാരിക്കുന്നത്, മുൻപ് ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്, അവരെയൊക്കെ നമുക്കറിയാം, പക്ഷേ അവർക്ക് എന്തുണ്ടായി എന്നുള്ള കാര്യം, പുത്തുമല ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ അതിജീവിച്ചവർ വിദൂരമല്ല, അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കാഴ്ച അവർ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടാകുകയാണ്, ഇനി എങ്ങോട്ടായിരിക്കും, എങ്ങനെയായിരിക്കും മുൻപോട്ടുള്ള ജീവിതം എന്നുള്ള ആ ആശങ്കയ്ക്കുള്ള മറുപടിയാണ് ഇവിടെയുള്ള സർക്കാർ നൽകേണ്ടത്. തീർച്ചയായും നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇവിടേക്ക് ഓടിയെത്തിയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സേവാഭാരതിയുടെ ചിതാഗ്നി, അവിടേക്ക് എത്തുമ്പോൾ ശരിക്കും നമ്മുടെ കൂടപ്പറപ്പുകളായി മരിച്ചു വീഴുന്ന ആളുകൾ, അവരുടെ ഉറ്റവരുടെ കരച്ചിൽ, ശരിക്കും പല സമയങ്ങളിലും നമുക്ക് ഒരു കുട്ടിയുടെ അല്ലേ, ഒരു അത് തന്നെയാണ് ആ ഒരു അമ്മയുടെ വിലാപങ്ങൾ. സ്വന്തം കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ട ഒരു വേദനയിലാണ് ഇവിടെ നിന്ന് എല്ലാവരും. അവർക്ക് പ്രാർത്ഥനയോടെ സ്വന്തം കൂടപ്പറപ്പായി നിന്ന് അവർക്ക് കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും പല ദുരന്തങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഇനി ഒരു നാട്ടിലും ഒരിടത്തും വരരുത്. കാരണം പലയിടങ്ങളിൽ നമ്മൾ പോയി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനിലേട്ടൻ എന്നേക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതുപോലൊരവസ്ഥയിൽ നമുക്ക് മനുഷ്യനെ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യം, കൂട്ടത്തിലുള്ള ആളുകളുടെ പ്രിയപ്പെട്ടവരുടെ ഉറ്റവരുടെ കരച്ചിൽ, അതുതന്നെയാണ്, ആ വിലാപം തന്നെയാണ്
ഈ ഒരു മണ്ണിൽ ഏറ്റവും കൂടുതൽ എന്തായാലും അതിജീവനമെന്നുള്ള ഒരു കാര്യം, അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ ചിത്രങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുള്ള ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു പോയ ആളുകൾ. അതോടൊപ്പം തന്നെ അച്ഛനെയും അമ്മയെയും ഒഴുക്കിൽപ്പെട്ട് പോകുന്ന കണ്ട മക്കളുടെ അവസ്ഥ. അങ്ങനെ എങ്ങനെയാണത് വാക്കുകളിൽ വിവരിക്കുക? നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ വാക്കുകളിൽ വിവരിക്കുക എന്നുള്ളത് അതെനിക്ക് ഏറ്റവും നമുക്ക് പല സമയങ്ങളിലും ലൈവ് നിൽക്കുമ്പോൾ കരഞ്ഞ് ലൈവ് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വിപിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അത് കണ്ട് കരഞ്ഞു. അതെ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മണ്ണിൽ നിൽക്കുന്നതെന്നുള്ള ഒരു കൃത്യമായ ഒരു സൂചന നമുക്ക് ആ ഒരു സമയത്താണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഇനി ഒരിടത്തും ഒരു നാട്ടിലും ഒരാൾക്കും വരാതിരിക്കുക, അത് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി. യെസ്, പെട്ടെന്ന്. അവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധിയായുള്ള ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പിൽ കഴിയുകയാണ്. ഒരു ടെലഫോൺ റീചാർജ് ചെയ്യാൻ പോലും സാമ്പത്തികമില്ലാത്ത സ്ഥിതിയിലാണ് പലരും ഉള്ളത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇവർക്ക് ഒരു ഇനിഷ്യൽ എന്ന രീതിയിലേക്ക് മുൻകൂട്ടിയ ഈ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള സാമ്പത്തികമുണ്ട്. അതിന് നല്ലൊരു നിർദ്ദേശമാണ്. കാത്തു നിൽക്കാതെ ആ കുടുംബങ്ങളുടെ കയ്യിലേക്ക് ഒരു ചെറിയൊരു സാമ്പത്തികം നിലവിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സ്ഥിതി അവർ തരണം ചെയ്യാൻ സാധിക്കണം. ആരുടെയും മുമ്പിൽ യാചിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ആ യാചന ഇല്ലാതാക്കാൻ ഈ കുടുംബങ്ങൾക്ക് ഒരു ഫണ്ട് വളരെ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് നൽകണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി നാളെയെങ്കിൽ നാളെ തന്നെ ചെയ്താൽ മാത്രമേ അവർക്ക് മൊബൈലില്ലാതെ ഇനിയിപ്പോൾ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നില്ല. പലരുടെയും മൊബൈലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മൊബൈൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ബന്ധുക്കളെ വിളിക്കാൻ, ബന്ധുക്കളോട് സംവദിക്കാൻ, ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെല്ലാം വന്നതാണ്. ഈ പൈസ അവിടെ വെച്ച് നമ്മൾ അടയിരുന്ന് പെരുപ്പിക്കുന്നതിന് പകരം അടിയന്തരമായി നൽകേണ്ട സഹായം അടിയന്തരമായി നൽകിക്കൊണ്ട് അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കാൻ സാധിക്കണമെന്നാണ് ആ ഒരു നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. യെസ് ചേട്ടാ, എങ്ങനെ കാണുന്നു ആ നിർദ്ദേശത്തെ? അത് ശരിയാണ്. ഞാൻ എൻ്റെ അമ്മനെ തിരഞ്ഞു പോകുമ്പോൾ ഞാനൊരു 7 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ പോയത്. പോകുമ്പോൾ ആ പുഴയിൽ എൻ്റെ ഫോണും എൻ്റെ പേസൊക്കെ പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വേറൊരാളെ ഇതിലൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ പോയി ബന്ധപ്പെട്ടത്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാനും 2-3 പേരാണ് ഉണ്ടായത്. അവിടെ പൊളിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ആമറേറ്റാണ് പൊളിച്ചിട്ടാണ് എൻ്റെ അമ്മനെ പുറത്തെടുത്തത്. ഒറ്റൊരു ആമറേറ്റ് എടുത്തിട്ടാണ് എൻ്റെ അമ്മനെ പുറത്തെടുത്തത്. ബാക്കി 4 പേരെ കാണാനില്ല ഇനിയും. അപ്പം ഞാനവിടെ താമസിച്ച് ഞാൻ പെറ്റു വളർന്നാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ എൻ്റെ കളിക്കൂട്ടുകാരെല്ലാവരും പോയി. എൻ്റെ ചെറിയമ്മ പോയി, ചെറിയ അമ്മായിൻ്റെ കുട്ടികൾ പോയി. അങ്ങനെ 10-12 പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നു പറഞ്ഞ് നിൽക്കാൻ. അപ്പോൾ ഇവിടെ ക്യാമ്പിൽ ഫുള്ളാണ് പറഞ്ഞപ്പോൾ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസം. ഞാനും എൻ്റെ കുട്ടികളും 2 കുട്ടികളും എൻ്റെ അനിയനും അനിയൻ്റെ കുട്ടികളും ഏട്ടനും എല്ലാവരും പാടെ അടങ്ങുന്ന ഒരു കുടുംബം ആണ്. ഓക്കെ സ്റ്റാൻലി, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പെട്ടെന്ന്. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് വയനാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ISROയുടെ പഠനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ 2024 വരെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി, അത് അനധികൃതമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി, അത് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കാരണക്കാരായവരെ ശിക്ഷിക്കുകയും വേണം. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടും ലോകം മുഴുവൻ. അതിൽ അങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ട് ലോകത്തിന് മാതൃകയാവാൻ നമ്മുടെ കേരളത്തിന് സാധിക്കട്ടെ, കേരളത്തിൻ്റെ ഭരണകർമ്മങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, എന്തായാലും പുഞ്ചിരിവട്ടത്തിൻ്റെയും അതുപോലെ മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും ഒക്കെ കണ്ണീര് ഒപ്പേണ്ടതുണ്ട്. അവിടെ ഇനിയൊരു പുനർനിർമ്മാണം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്, ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട്. അവരുടെ ഭാവി ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കണമെന്നറിയാതെ ആശങ്കയിലാണ്, ആധിയിലാണ്. അത് മാറ്റുകയാവണം സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള കർത്തവ്യം. ദീർഘകാല പദ്ധതികളാവാം, ടൗൺഷിപ്പ് അടക്കമുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങുന്നവരെ എവിടെ താമസിപ്പിക്കും, അവിടെ ആര് വാടക കൊടുക്കും? ഇക്കാര്യങ്ങളിലൊക്കെ അടിയന്തരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുക, പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുക. പുതിയ തലമുറയെ അത് നമ്മൾ പഠിപ്പിക്കണം.
ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു, ഒപ്പം പ്രേക്ഷകർക്കും.